ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മിറാക്കിൾ മോർണിംഗിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വെങ്കടേഷാണ്, തൃശ്ശൂരിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. നമുക്കറിയാം, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് തുടങ്ങാനായിട്ട് സ്വല്പം വൈകുന്നു മാത്രം. എനിവേ, നമുക്കറിയാം എല്ലാ ദിവസവും മെഡിറ്റേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് വരുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബിസിനസ്സിൽ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആണ് ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്രൗൺ ഡയറക്ടർ ലെവലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നുള്ള പ്രോസസ്സാണ് ഇന്നിവിടെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഷാജി മിത്തലാണ്. അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ദുബായിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ, ഈ മിറാക്കിൾ മോർണിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു നിറ സാന്നിധ്യമാണ്, റിയൽ സെർവറാണ്. അതിലുപരി പറയുകയാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു ഒരു വിധത്തിൽ, ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷാജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ട് ഞാൻ ഈ ഹോട്ട് സീറ്റിലേക്ക് ഷാജിയെ വെൽക്കം ചെയ്യുന്നു. വാം വെൽക്കം ഷാജി മിത്തൽ ഫ്രം ദുബായ്. Thank you, Venkatesh sir. Good morning. Thank you very much. ഗുഡ് മോർണിംഗ്. ഷാജി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഓക്കെ സർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു മോർണിംഗ് CP-യിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഷാജി മിത്തൽ. ഞാൻ കണ്ണൂരാണ് സ്വദേശം. ഇപ്പോൾ ആക്ച്വലി ദുബായിലാണ് ഉള്ളത്. 22 വർഷമാവുന്നു ഞാൻ ദുബായിൽ വന്നിട്ട്. ഒരു കമ്പനിയിൽ ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ വർക്ക് ചെയ്യായിരുന്നു. വെസ്റ്റേജിൽ വന്നിട്ട് 4.5 വർഷം കഴിഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു വെസ്റ്റേജ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിപ്പെടുന്നത്? ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ വർക്ക് ചെയ്യായിരുന്നു. നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫാമിലിയൊക്കെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾക്കറിയാം, എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളായിട്ടായിരിക്കും നമ്മൾ പ്രവാസ ജീവിതമൊക്കെ ചെയ്യുന്നുണ്ടാവില്ല. നല്ല ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ദുബായിൽ വന്നതാണ്. നല്ല ശമ്പളം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ദുബായിലെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നല്ല ചിലവാണ്, അത് താങ്ങാൻ പറ്റാത്തതാണ്. അപ്പോൾ മിച്ചം വെക്കാനൊന്നുമില്ല. വർഷങ്ങളായിട്ട് പോലും ഒരു പൈസ പോലും ബാക്കി ഉണ്ടാവുന്നില്ല. എല്ലാ പ്രാവശ്യവും നാട്ടിലേക്ക് പോകുന്നു, പൈസ തീരുന്നു, വീണ്ടും അടുത്ത വർഷം കംപ്ലീറ്റ് ആവുകയാണ്. ഓരോ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പൈസയും ബാക്കി വരുന്നില്ല. പിന്നെയാണ് ഡ്രീം ഫിൽ ചെയ്യാൻ വേണ്ടി, സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന പൈസയും കുറച്ച് ലോണൊക്കെ എടുത്ത് ബിസിനസ് സ്ഥാപനം തുടങ്ങി. അത് എന്താ പറയുക, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോമ്പറ്റീഷനായി വന്നു. അതിൻ്റെ ഇൻകം കുറയാൻ തുടങ്ങി. സെയിം ടൈമിൽ കൊറോണ വന്നു. കൊറോണ സമയത്ത് ആ ബിസിനസ് എനിക്ക് പൂട്ടേണ്ടി വന്നു. കംപ്ലീറ്റ് പൈസയും ഏകദേശം 1.5 കോടി രൂപ കയ്യിൽ നിന്ന് പോയി. അതുമാത്രമല്ല, കംപ്ലീറ്റ് പൈസ പോയെന്ന് മാത്രമല്ല, അതിൻ്റെ ലോണും EMI അടക്കേണ്ടി വന്നു. ശമ്പളത്തിൽ ലോൺ അടക്കേണ്ടി വന്നു. പിന്നീട് കൊറോണയുടെ ഭാഗമായി കമ്പനി എൻ്റെ ശമ്പളം പകുതിയാക്കി മാറ്റി. പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ എൻ്റെ EMI മാറി. എന്ന് വെച്ചാൽ ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാത്ത അവസ്ഥയായി. വരുമാനം കുറഞ്ഞതോടുകൂടി EMI മാത്രമായി പോയി. പിന്നെ എനിക്ക് ജീവിക്കേണ്ട പൈസ പോലും തികയാതെ വന്നിട്ടുണ്ട്. ആ സമയത്താണ് യാദൃശ്ചികമായിട്ട് അറിയാത്ത ഒരു വ്യക്തിയിലൂടെ ഒരു കോള് മാറി വന്നതാണ്. അദ്ദേഹം അതന്നെ ആ സമയത്ത് തന്നെ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും എൻ്റെ വീട്ടിലേക്ക് വരികയും ചെയ്തു. ഹസ്ബൻഡ് വൈഫുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതെങ്കിൽ പോലും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, കേൾക്കേണ്ട മനസ്സുണ്ടായിരുന്നില്ല. കാരണം സ്വാഭാവികമായിട്ട് മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കാൻ മനസ്സ് വരുന്നില്ലല്ലോ. അദ്ദേഹം വീട്ടിൽ വന്നു. ഒരു അരമണിക്കൂറോളം ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തെങ്കിലും ഞാൻ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അദ്ദേഹം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു. ഒന്ന് പെട്ടെന്ന് പോയിരുന്നെങ്കിൽ അത്രയും സമാധാനം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയോ അദ്ദേഹം ഓപ്പർച്യൂണിറ്റി മുഴുവൻ ഷെയർ ചെയ്തു. ഒരു സെൽഫി എടുത്ത് ഗ്രൂപ്പിൽ എന്നെ ആഡാക്കി ഗ്രൂപ്പിലിട്ടായിരുന്നു. അന്ന് അദ്ദേഹം തീരുമാനിച്ചാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ ആ വ്യക്തി ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു. 2ാമത്തെ ദിവസം ഞാൻ ഈ ഒരു മീറ്റിങ്ങിൽ സൂം മീറ്റിംഗ് കേട്ടായിരുന്നു. ആ സമയത്ത് കൊറോണയാണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ആ സമയത്ത് നടക്കുന്നത്. 2ാമത്തെ ദിവസം ഓപ്പർച്യൂണിറ്റി കേട്ടു. അപ്പോഴും എനിക്ക് അത്ര തോന്നിയിരുന്നില്ല. 3ാമത്തെ ദിവസത്തെ പ്രസന്റേഷനിൽ
ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിച്ചു. ഒരു വ്യക്തിയുടെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ സുരേഷ് ഏട്ടൻ, നമ്മളൊക്കെ അപ്ലൈ തലശ്ശേരിയുള്ള സുരേഷ് ഏട്ടൻ്റെ ഒരു കഥ കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റി എന്ന് കേട്ടപ്പോൾ അവിടെയാണ് ഞാൻ തീരുമാനം എടുത്തത്. ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ടാവുക. ഒന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കാന്നുള്ളത്. അന്ന് ആ കംപ്ലീറ്റ് സെഷൻ കേട്ടു. അന്ന് തൊട്ട് ഇതുവരെ ഒരു മീറ്റിംഗ് പോലും മിസ്സാകാതെ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ്. ജസ്റ്റ് എൻ്റെ അത്രയും ലൈഫായി മാറിക്കഴിഞ്ഞു. ഓക്കെ. ഈ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ആണല്ലോ ഇപ്പൊ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതെ. പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ മാത്രം അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടാണോ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റിയത്? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ഇതുവരെ ഫിസിക്കൽ ഒരു ഒറ്റ പ്രോഗ്രാം മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഹൈദരാബാദ് FRU ആണ്. വേറെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായിൽ നമ്മൾ ചെയ്യാറുണ്ട്, മീറ്റിംഗ് ചെയ്യാറുണ്ടെങ്കിൽ പോലും എൻ്റെ ആ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. ദുബായിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. എനിക്കറിയില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓൺലൈനായിരുന്നു ആ കൊറോണ സമയത്ത്. പിന്നീട് നാട്ടിൽ ഓൺലൈൻ അല്ല, ഫിസിക്കൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കണ്ടിന്യൂ ചെയ്തു. പക്ഷെ എനിക്ക് വേറെ കണ്ടിന്യൂ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഓൺലൈനിലൂടെ ചെയ്യാനേ അറിയത്തില്ലായിരുന്നു. നാട്ടിൽ പോയി ആൾക്കാരെ പ്ലാൻ കാണിക്കാൻ സാധിക്കത്തില്ല. ദുബായിൽ അതുപോലെ നാട്ടിലെ പോലെ ഒരു വ്യക്തിയെ കാണാൻ പോയി വീട്ടിൽ പോകാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഓൺലൈനിലൂടെ മാത്രം ചെയ്യേണ്ടി വന്നു. ദുബായിൽ ഓഫീസിൽ നമ്മൾ പോകാറുണ്ട്, ഫിസിക്കൽ മീറ്റിംഗ് ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവർക്ക് ആകെ കിട്ടുന്ന ഒരു ലീവായിരിക്കും. അന്ന് ഉച്ചവരെ കിടന്നുറങ്ങും. ഒന്ന് കറങ്ങാനും പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തീരും. അപ്പോൾ ഇവിടെ ഒരു ആൾക്കാരെ ഇൻവിറ്റേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാനോ സാധിക്കത്തില്ല. മാക്സിമം ട്രൈ ചെയ്ത് ദുബായിൽ ഇരുന്നുകൊണ്ട് ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി, പക്ഷേ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരാളെ കാണാനോ സാധിക്കുന്നില്ല, ഒരാളെ അവിടെ എത്തിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ പഠിച്ചത് എങ്ങനെയാണ്, ഓൺലൈനാണ് പഠിച്ചത്, അതന്നെ കണ്ടിന്യൂ ചെയ്തു. തുടർച്ചയായിട്ടുള്ള പരിശ്രമം കേട്ടോ. എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരു സൂമിലേക്ക് ഒരാളെ എത്തിക്കാന്ന് വെച്ചാൽ ചെറിയ പണിയായിരുന്നില്ല. വന്നാൽ പോലും അവർ ഇരിക്കത്തില്ല, അവസാനം വരെ ഇരിക്കത്തില്ല, അവർ ലെഫ്റ്റായി പോവായിരുന്നു. തുടക്കത്തിൽ ഒരു സൂം മീറ്റിംഗ് നടത്തി, വൈകുന്നേരം ഒരു സൂം മീറ്റിംഗ് നടത്തി. അവിടെയാണ് ഞാൻ ഓരോ വ്യക്തികൾക്കും പ്ലാൻ കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു 8 മണി സമയത്ത്, ഇന്ത്യൻ ടൈം 8 മണിക്ക് എല്ലാ ദിവസവും സൂം മീറ്റിംഗ് നടത്തുമായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഒരു 3-4 പേര് പുതുതായിട്ട് വരുമായിരുന്നു. വന്നു, ഞാൻ പ്രസന്റേഷൻ തുടങ്ങുന്നതിന് ആൾക്കാർ ഇറങ്ങി പോവായിരുന്നു. ഞാൻ മാത്രം ലാസ്റ്റ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ ആ ഒരു തുടർച്ചയായിട്ടുള്ള പരിശ്രമം മൂലം ആ പ്രസന്റേഷൻ 20-25 പേരായി മാറി. പിന്നീട് അത് 100 പേരിലോളം എത്തി. പിന്നെ ഞാൻ സമയം ഒന്നുകൂടെ കൂട്ടി, ഉച്ചയ്ക്ക് 2 മണിക്കാക്കി, 5 മണിക്കും പ്രസന്റേഷൻ ആക്കി, രാവിലെ 11. അങ്ങനെ 4 നേരം പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ടീമിലുള്ള ആൾക്കാർ ഇപ്പം അതേപോലെ ഫുൾ ടൈമായിട്ട് പ്രസന്റേഷൻ ചെയ്യുന്ന രീതിയിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഒരു തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൂടെ ആരും ഉണ്ടാവത്തില്ല, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആരും വരത്തുണ്ടാവില്ല. പക്ഷേ നമ്മൾ തുടർച്ചയായി പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് എല്ലാ മണിക്കൂറുകളും പ്രസന്റേഷൻ ചെയ്യുന്ന രീതിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇത് ഓൺലൈൻ കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇത് ഫിസിക്കലായി ഇങ്ങനെ തന്നെ. നമ്മൾ ഒരു വ്യക്തിയോട് പറയുമ്പോൾ നോ കേൾക്കുന്നുണ്ടാവും. നമ്മളത് തുടർച്ചയായി നോ കേൾക്കാൻ തയ്യാറായെങ്കിൽ നല്ലതായിട്ടുള്ള യെസ് കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഷാജി, ഇപ്പോൾ ആദ്യമായിട്ടെന്നല്ല, തുടക്കത്തിൽ സൂം മീറ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് പറഞ്ഞല്ലോ, ആദ്യം ഒരു 4-5 പേരുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ആ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും എല്ലാവരും പോയിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സ്, അതായത് അതിനെങ്ങനെ ഓവർകം ചെയ്തു ഒരു 25 നമ്പറിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? ഇത് ആക്ച്വലി ഞാൻ മാത്രമായിരുന്നു. എൻ്റെ കൂടെ 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു. അത് ലിസ്റ്റ് നമ്മൾ ആക്ച്വലി ഓൺലൈൻ ഫിസിക്കൽ ചെയ്യുന്ന അതുപോലെ തന്നെയായിരുന്നു. ഇത് ആൾക്കാരുടെ എണ്ണം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ വർക്ക് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെ, വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം തന്നെയാണ് ഞാൻ ഓൺലൈനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിസ്റ്റ് ബിൽഡിംഗ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. കൂടുതൽ ആൾക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി, കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതോടൊപ്പം 1-2 ജോയിനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് അവരും ഇതേ പ്രോസസ്സിലേക്ക് വന്നു. അവരുടെ ലിസ്റ്റ് ബിൽഡിങ്ങിലും അവരുടെ ആൾക്കാരും വരാൻ തുടങ്ങി. ആ ഒരു ഡെയിലി പ്രോസസ്സിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങിയത്. ആദ്യം എൻ്റെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ ടീമിലെ ആൾക്കാർ, ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങിയ സമയത്ത് ഓരോ വ്യക്തികളും ജോയിൻ ചെയ്യുന്നു, അവരും ഇതേപോലെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ മീറ്റ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് പോയി കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഞാനത് ഓൺലൈൻ ചെയ്തതുകൊണ്ട് തന്നെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരും അതേപോലെ ഓൺലൈനിലേക്ക് എത്തി തുടങ്ങി. അവരും ഫിസിക്കലിലേക്ക്, നാട്ടിലുള്ള ഫംഗ്ഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യും, നാട്ടിലെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരും ഫിസിക്കലിലേക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. എങ്ങനെയാ വെച്ചാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴി അവർ ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കാൻ തുടങ്ങി.
ഇന്നിപ്പോൾ ഞാൻ ദുബായിലാണെങ്കിൽ എനിക്ക് കേരളത്തിൽ എല്ലാ സ്ഥലത്തും ബിസിനസ് ഉണ്ട്. എൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ പല ജില്ലകളിലായിട്ടുണ്ട്. അവരും ഇതേപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് പല ജില്ലകളിലായിട്ടുള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. പ്രസന്റേഷനിലേക്ക് കൂടുതൽ പ്രസന്റേഷൻ വെച്ചാൽ ആൾക്കാർക്ക് ക്ഷമയില്ലാത്ത പ്രശ്നമാണ്. അരമണിക്കൂർ 1 മണിക്കൂറൊന്നും ഇരിക്കത്തില്ല. അങ്ങനെ ഞാനത് ഒരു പ്രാവശ്യം ഹൈദരാബാദിൽ സലീം സാറിൻ്റെ ഒരു സെഷൻ കേട്ടായിരുന്നു. അദ്ദേഹം 15 മിനിറ്റ് പ്രസന്റേഷനും ബാക്കി 15 മിനിറ്റ് ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറായിരുന്നു. അങ്ങനെ ഞാനതിന്റെ സ്ലൈഡൊന്ന് ചുരുക്കിയിട്ട് ബിസിനസിനെ കുറിച്ച് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ പ്രസന്റേഷൻ ആക്കി മാറ്റി. അരമണിക്കൂർ കൊണ്ട് ബിസിനസിനെ കുറിച്ച് മുഴുവനായി പറയുകയും ചെയ്യും. ബാക്കിയുള്ള അരമണിക്കൂർ അവരുടെ സംശയങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. ലാസ്റ്റ് വരെ അവരെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ സൂം ലിങ്ക് ക്ലോസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ രീതിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം 1 മണിക്കൂർ പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അത് ഫുൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പിന്നെ അത് ചുരുക്കിയിട്ട് ആൾക്കാർക്ക് ബിസിനസിനെ കുറിച്ച് ചെറുതായിട്ട് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പ്രസന്റേഷനിലൂടെയാണ് കംപ്ലീറ്റ് പ്രൊഡക്റ്റിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കാരണം ആദ്യം ഒരു വെസ്റ്റേജ് എന്താണെന്നുള്ള ചെറിയൊരു ധാരണ മാത്രം കൊടുക്കുമ്പോൾ ഇതിന്റെ രീതികളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് ആൾക്കാർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഓൺലൈൻ അല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സുകളുണ്ട്, പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ ഒരുപാടുണ്ട്. പല കമ്പനികളിലും ആൾക്കാർ പോയിട്ട് പൈസ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. പ്രൈസ് താങ്ങാൻ പറ്റാതെ, വാങ്ങിച്ച പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റാതെ ഒക്കെയുള്ള ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ച ആൾക്കാർ നമ്മുടെ നാട്ടിൽ മുഴുവനായിട്ടുള്ള ആൾക്കാർ. ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഈ ഓപ്പർച്യൂണിറ്റി പറയുമ്പം അവർ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കത്തില്ല. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റേജ് കമ്പനിയെ കുറിച്ചും അതിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും വെസ്റ്റേജിന്റെ സിസ്റ്റവും അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വർക്ക് ചെയ്തോളൂ. പക്ഷെ ആ ഒരു കാര്യം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ആദ്യം ശ്രമിച്ചു ചെയ്യാം. കാരണം ആൾക്കാർക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇറങ്ങി ഓടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നാട്ടിൽ അനുഭവിച്ചുകൊണ്ടായിരിക്കും പല കമ്പനികളും വില കൂടിയ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കൊണ്ടും വിജയിക്കാൻ പറ്റാതെ പരാജയപ്പെട്ടു പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ മുന്നിൽ ആദ്യം വെസ്റ്റേജ് എന്താണെന്നും വിന്നിംഗ് ടീം സിസ്റ്റം എന്താണെന്നും വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണെന്ന് ആദ്യം എത്തിക്കാൻ ശ്രമിച്ചു. പിന്നീട് അവർ കേൾക്കാനുള്ള മനസ്സ് കാണിക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ആദ്യം ഉണ്ടാക്കി കൊടുത്തു. ആദ്യം തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ, ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കാനുള്ള ഫസ്റ്റ് പ്രസന്റേഷൻ കഴിഞ്ഞ ഉടനെ അവരിലേക്ക് ഒരു 1-2 പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്രൊഡക്റ്റ് അവർ ഉപയോഗിച്ച ശേഷം അവർ ഹാപ്പിയായി. അങ്ങനെയാണ് എനിക്കത് കൂടുതൽ ആൾക്കാരിലേക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചത്. കാരണം നമ്മൾക്ക് പല ആൾക്കാർക്കും കുറെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ മടിയായിരിക്കും, പൈസ നഷ്ടപ്പെട്ടു പോകുന്നൊരു പേടിയാണ് പല ആൾക്കാർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അവരിലേക്ക് ഒരു പ്രൊഡക്റ്റിന് 1-2 നല്ല പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഉപയോഗിച്ച ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു. പിന്നെ അവർ കണ്ടിന്യൂയിലേക്ക് പോയി. പിന്നെ അവരെ കൺസിസ്റ്റൻസിയിലേക്കും 300 PV എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. ഈ ഒരു പ്രോസസ്സിൽ തുടക്കത്തിലൊക്കെ ഓൺലൈനിൽ കൂടെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആയിരുന്നോ, അല്ലെങ്കിൽ അത് വേണ്ട പോലെ സർവീസ് കിട്ടിയിരുന്നോ? ഇപ്പൊ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ടോ? എങ്ങനെയാണ്, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ആ ഒരു സ്ട്രഗിൾ എങ്ങനെ ഓവർകം ചെയ്തു? അത് നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു സാറേ. എൻ്റെ തുടക്കത്തിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ, ഓൺലൈനിലൂടെ നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗ് മുഴുവൻ ചെയ്യുന്നത്. കൊറിയറിന്റെ ഒരു പ്രശ്നം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. എൻ്റെ തുടക്കത്തിൽ കൊറിയറിന്റെ ഒരുപാട് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. കാരണം കൊറിയർ കറക്റ്റായി എത്താതെ ഡിലേ ആവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാരണത്തിൽ എനിക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കമ്പനി മാനേജ്മെന്റായിട്ട് സംസാരിച്ച് കുറച്ചും കൂടി നല്ല സർവീസ് അവർ തന്നു. ഇപ്പം കുറച്ച് അതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ടേ ഇല്ല. കൊറിയർ കിട്ടുന്നുണ്ട്. കുറച്ച് 2 ദിവസം 3 ദിവസം നമുക്ക് സാധനം കിട്ടുന്നുണ്ട്. ആ ഒരു വിഷമങ്ങളില്ല. പിന്നെ ഞാൻ എപ്പോഴും ഫസ്റ്റിലത്തെ ഇംപ്രഷൻ അവർക്ക് നല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം 1-2 പ്രൊഡക്റ്റ് അവർക്ക് ആദ്യം എത്തിക്കും. അവർ ജോയിൻ ചെയ്ത് ഐഡിയ എടുത്ത ഉടനെ അവരെ ഫസ്റ്റ് പർച്ചേസിങ് ഞാൻ ഒരു 1-2 പേസ്റ്റോ സോപ്പൊക്കെ അവർക്ക് എത്തിക്കാനുള്ള സംവിധാനം പോസ്റ്റ് ഓഫീസ് വഴി ചെയ്തിട്ടില്ല. കാരണം എനിക്ക് മാക്സിമം അവർക്ക് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അറിയിക്കുക എന്നുള്ളൊരു സംവിധാനം ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നാട്ടിലാകുമ്പോൾ നമുക്ക് DLCP വഴി അവർക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അവരെ നേരിട്ട് DLCP കൊണ്ട് കാണിക്കാൻ സാധിക്കാതെ എൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്തതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. എൻ്റെ പരിമിതിക്കുള്ളിൽ എനിക്ക് ദുബായിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് സർവീസ് എൻ്റെ ടീമിലെ മെമ്പേഴ്സിന് കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി ഞാൻ ആദ്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം അവർക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന 1-2 പ്രൊഡക്റ്റുകൾ, 4-5 പ്രൊഡക്റ്റ് അവരെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കും. അത് ഞാൻ കണ്ട ഒരു വഴി എന്ന് വെച്ചാൽ, നാട്ടിലുള്ള പല DLCP ആയിട്ട് എനിക്ക് നല്ല പരിചയമായി മാറി കഴിഞ്ഞപ്പോൾ അവരതിന് എനിക്കൊരു സംവിധാനം ചെയ്തതിന്റെ പ്രൊഡക്റ്റ് അവർക്ക് വീട്ടിലേക്ക് കൊറിയർ വഴി, പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ ഉണ്ട്, അതിലൂടെ എത്തിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീട്ടിലെത്തും. 2ാമത്തെ ദിവസം സാധനം വീട്ടിലെത്തും. അപ്പോൾ വെയിറ്റ് കൂടുതലില്ല, കുറച്ച് സാധനമേ ഉള്ളൂ. പെട്ടെന്ന് 2ാമത്തെ ദിവസം സാധനം വീട്ടിൽ കിട്ടുമ്പോൾ ഏതൊരു കസ്റ്റമർ ആയാലും ഹാപ്പി ആയിരിക്കും. ഒന്നും നഷ്ടപ്പെട്ടില്ല, പെട്ടെന്ന് സാധനം കിട്ടുന്നുണ്ട്. ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിലപ്പുറം ഹാപ്പിയാണ്.
അവരത് ഉപയോഗിച്ച് ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഇതിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞു കൊടുക്കും. കൺസിസ്റ്റൻസിയുടെ ബെനിഫിറ്റുകളും എല്ലാ ബെനിഫിറ്റുകളും പറഞ്ഞ ശേഷം അവർ അടുത്ത പർച്ചേസിങ് ചെയ്യുന്നത് കൺസിസ്റ്റൻസി ആയിരിക്കും. തീർച്ചയായും അവരത് ചെയ്യുന്നു. ഓക്കെ. ഈ കൺസിസ്റ്റൻസി ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര കൺസിസ്റ്റൻസി റെഗുലർ ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഇപ്പോൾ ടീമിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി അത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ്സിൽ സക്സസ് ആവാൻ സാധിച്ചത് കൺസിസ്റ്റൻസി തന്നെയാണ്. തുടക്കത്തിലൊക്കെ എനിക്ക് ഒരു 20 പേര് മാത്രമേ എൻ്റെ കൂടെ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. ഇന്ന് ഏകദേശം 220ഓളം ആൾക്കാർ, 220, 240ഓളം ആൾക്കാർ റെഗുലർ ആയിട്ട് കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് 14-ാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ആവും. 220, 240 പേര് കൺസിസ്റ്റൻസി ചെയ്യും. അത് തുടർച്ചയായിട്ടുള്ളത് ലിസ്റ്റ്, അങ്ങനെ അവരുടെ പേര് വരെ ഉണ്ട്. കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാരുടെ പേര് വരെ റെഗുലറായിട്ട് എഴുതി വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഈ കൺസിസ്റ്റൻസി പുതിയ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ നേരിട്ട് പോയി കാണുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ കൊണ്ട് അത് പ്രാവർത്തികമാക്കാനായിട്ട് എങ്ങനെയാണ് ചെയ്യാറുള്ളത്? എന്താ എന്താ അതിൻ്റെ പ്രോസസ്സ്? അത് ആക്ച്വലി അത് ആദ്യം തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടമാകുന്ന ഉറപ്പായി. അതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടെന്ന് അവർക്ക് കുറച്ച് പ്രൊഡക്റ്റ് എത്തിക്കുന്നതും അതിനുശേഷം അവരോട് പറയും ഇതിന്റെ ബെനിഫിറ്റുകൾ. നമുക്കറിയാം ഇത്ര രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത്ര ഡിസ്കൗണ്ട് പ്രൊഡക്റ്റ്, ഈ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അവർ ഓക്കെയാണ്. പിന്നെ ആദ്യമായി വന്ന വ്യക്തികൾ എപ്പോഴും ബിസിനസ് ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് എന്താണ് അവർ ആ 4-ാമത്തെ മാസത്തെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടോ. എപ്പോഴും ആദ്യം വരുന്ന വ്യക്തിക്ക് ആ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ചിലപ്പോൾ പർച്ചേസിങ് വരുന്നുണ്ടാവത്തില്ല. ആദ്യം അങ്ങനെയാണ്, 4-ാമത്തെ മാസം ഫ്രീ കഴിഞ്ഞ് 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് എടുക്കുന്നു. പിന്നെ അവർ ചിലപ്പോൾ പല ആൾക്കാരും ബിസിനസ്സിൽ കാണാറുണ്ടാവും. അപ്പോൾ അതിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞ് ഒരു 10% ഗ്രോത്തിലേക്കുള്ള ഒരു പ്രോസസ്സ് ഞാൻ എപ്പോഴും ചെയ്യും. നിങ്ങൾക്ക് എപ്പോഴും ബിസിനസ്സിൽ 10% ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. ഒരു 10 PVക്കുള്ള ലോയൽ കസ്റ്റമർ എവറി മന്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഹെയർ ഓയിലും ഷാമ്പൂ കൊടുത്താൽ തന്നെ ഒരു 10 PV ആയിട്ടുണ്ടാവും. അത് എവറി മന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് 100 PVയിൽ നിന്ന് പതുക്കെ 160ലേക്ക് പോകും. ആദ്യമൊക്കെ ചിലപ്പോൾ 60 PV ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സ്ലോലി ചെയ്യുന്ന ആൾക്കാർ 60 PV സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഹാപ്പി ആയിരിക്കും. കാരണം അവരുടെ കയ്യിൽ ഒരിക്കലും പ്രൊഡക്റ്റ് അധികം ഉണ്ടാകത്തില്ല. അവർ പ്രൊഡക്റ്റിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള സന്തോഷം അവർക്ക് വരുന്നുണ്ടാവും. ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാക്കിയ ആദ്യത്തെ ഫാൾട്ടുകൾ എന്താ വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ, ഇവർ 100 PV 200 PV ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് പ്രൊഡക്റ്റ് നോളജ് ഇല്ല, ഇത് ഉപയോഗിക്കാനുള്ള അറിയത്തില്ല. അപ്പോൾ ഇത് വാങ്ങിച്ച് ഡംപ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറച്ച് പ്രൊഡക്റ്റിലൂടെ അവരെ ക്വാളിറ്റികൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പിന്നെ കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡെയിലി സംസാരിക്കുകയാണ്. നമുക്കൊരു പ്രൊഡക്റ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് സാറേ. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 800ഓളം ആൾക്കാർ ആ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് അതിനകത്ത് ആൾക്കാർ ഇടുന്നുണ്ടാവും. അതിന് സന്തോഷം അവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ആൾക്കാർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അതിനകത്ത് ലീഡേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ അത് കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ പോലും അതിനകത്ത് ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ്, സന്തോഷം അവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആ ഇഷ്യൂ മുടി ഒഴിച്ചിലുള്ള ആൾക്കാർ അതിനകത്ത് വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടാവും അതിന് ഏത് ഷാമ്പു ഉപയോഗിക്കണം. അപ്പോൾ ആ ഷാമ്പു, അപ്പോൾ അന്ന് ഒരു കസ്റ്റമർക്ക് എണ്ണം കൂടുന്നുണ്ടാവും. അത് 100 PV ഉള്ള ആൾക്കാർ ഇപ്പോൾ 300, 400, 500, 800 PV ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ലോയൽ കസ്റ്റമറിലൂടെ എത്താൻ സാധിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ലോയൽ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ 10 PVയുടെ ഒരു ഗ്രോത്ത് എവറി മന്ത് ഇവരുടെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് 4-ാമത്തെ മാസം കൺസിസ്റ്റൻസി ആകുമ്പോൾ ഏകദേശം 200 PVയിലേക്ക് പോകാൻ സാധിക്കുന്നു. അടുത്ത മാസം അവർ പുതിയ കൺസിസ്റ്റൻസി 2 തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ 300 PVയിലേക്ക് പോകുന്നുണ്ട്. എവറി മന്ത് ഒരു 10% നമുക്ക് ഗ്രോത്ത് കൺസിസ്റ്റൻസിയിലും നമ്മുടെ ജോയിനിങ്ങിലേക്കും എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ടീം ഡെവലപ്പ് ആവുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് റെഗുലർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യും ഓരോ ഡൗൺലൈൻസിനും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് വാട്സപ്പിലൂടെ ആയി ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ സമയവും ഞാൻ ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും ടീം മെമ്പേഴ്സിന് വേണ്ടി അവരുടെ ഡൗട്ട് ക്ലിയർ ആക്കി കൊടുക്കാനും. കാരണം എനിക്ക് പുറത്തിറങ്ങി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്, മറ്റുള്ള നാട്ടിലൊക്കെ ആകുമ്പോൾ ലീഡർമാർ പുറത്തിറങ്ങി പോകണ്ടും ട്രാവലിംഗ് ആയിരിക്കും, യാത്രയായിരിക്കും, ഡ്രൈവിംഗ് ആയിരിക്കും. അപ്പോൾ അവർക്ക് എപ്പോഴും ഓൺലൈനിൽ വാട്സപ്പിൽ അവൈലബിൾ ആകാൻ സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് മൊബൈൽ കയ്യിൽ നിന്ന് താഴെ വെക്കാറില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ടീം മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ എത്ര പേര് ആ ഗ്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? 810 പേരുണ്ട്. ഓ, വെരി ഗുഡ്. അപ്പൊ അവരൊക്കെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന്റെ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഉണ്ടാവും അല്ലേ? എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അതിലുള്ള ലീഡേഴ്സ്മാർ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കാനും അതിന് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനും തയ്യാറായിട്ടുണ്ട്.
അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് ഇപ്പൊ നമ്മൾ സാധാരണ 9 കാർഡിനൽ റൂൾസിൽ പറയാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിൽ പറയുന്ന പോലെ നമ്മളുടെ സോഷ്യൽ മീഡിയനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാജിക്ക് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നത് പറഞ്ഞാൽ അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ ഞാൻ അതിൽ ആ സ്റ്റെപ്പിലുണ്ടല്ലോ, സോഷ്യൽ മീഡിയ കറക്റ്റ് യൂസ് ചെയ്യുക. ഇന്ന് ഞങ്ങൾ ശ്രദ്ധിക്കും, ഞാൻ എല്ലാവരുടെയും വാട്സപ്പിൽ സ്റ്റാറ്റസ് നോക്കാറുണ്ട്, ടീം മെമ്പേഴ്സിന് നോക്കാറുണ്ട്. നമ്മുടെ ഇതിൽ പല ആൾക്കാരെയും എനിക്ക് അറിയാൻ സാധിച്ചത് ബിസിനസ് സീരിയസ് ആണോ, ആ വരുമാനം വേണം, ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രൊഫൈൽ പിക്ചർ ആയിക്കോട്ടെ, സ്റ്റാറ്റസ് ആയിക്കോട്ടെ, പല കമ്പനികളുടെ ആയിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാർ ചെയ്യുന്ന ബിസിനസിന്റെ സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബിസിനസ്. അപ്പോൾ പല ആൾക്കാരും നമ്മുടെ ബിസിനസ് പ്രാധാന്യം കൊടുക്കാറില്ല. എപ്പോഴും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന 2-3 കാര്യങ്ങൾ. നമ്മുടെ ഒരാൾ നമ്മുടെ പ്രൊഫൈൽ കാണുമ്പോൾ നമ്മൾ ഇതിൽ സക്സസ് ആയ പ്രൊഫൈൽ വെക്കണം. ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് 8% പ്രൊഫൈൽ വെക്കാൻ ഞാൻ ടീം മെമ്പേഴ്സിന് ഡെയിലി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ എപ്പോഴും നിങ്ങൾ ഇതിൽ സക്സസ് ആയ 8% ആ പിക്ചർ വെക്കുക. അതോടെ നമ്മുടെ സ്റ്റാറ്റസിൽ എപ്പോഴും വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഉപയോഗിച്ച നമ്മളുടെ റിസൾട്ട് എന്താണ് ആ സന്തോഷം സ്റ്റാറ്റസിൽ വെക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ടാവും. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വെസ്റ്റീജിൽ സക്സസ് ആയ ഒരു പ്രൊഫൈൽ പിക്ചർ ആണെങ്കിൽ ഒരു ആൾക്കാർ ഓപ്പർച്യൂണിറ്റി തേടി നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ മാറ്റങ്ങൾ കാണുമ്പോൾ വിളിച്ച് ചോദിക്കും, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. നമുക്ക് അതിലൂടെ തന്നെ ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും നമ്മുടെ എന്തെങ്കിലും ഒരു സക്സസ് ആയത് 8%, 12% ബ്രോൺസ് ലെറ്ററായി നമ്മളുടെ തന്നെ സക്സസ് വെക്കുക. മറ്റുള്ളവരുടെ സക്സസ് സ്റ്റാറ്റസ് വെക്കാൻ കുഴപ്പമില്ല, പക്ഷെ നമ്മളെ ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ടാവും. ഇപ്പൊ ഞാനത് ടീമിലോട്ടും ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ഒക്കെ വെക്കാൻ പറയുന്ന സമയത്ത് അവർക്കും അത് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ട് അവരും പറയുന്നത്, സാറ് ആ പറഞ്ഞ സമയത്ത് നമ്മൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്ത് ബിസിനസ് ചെയ്യുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ച് ആൾക്കാർ വരാൻ തുടങ്ങി. കാരണം നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി അങ്ങോട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളിൽ നിന്ന് ദൂരോട്ട് പോകാറുണ്ട്. പക്ഷേ ഈ നമ്മളുടെ പ്രൊഫൈൽ കാണുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അച്ചീവ്മെന്റ്സും നമ്മളുടെ വിജയങ്ങളെല്ലാം കാണുമ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ എന്നെ റിജക്ഷൻ ചെയ്ത ആൾക്കാർ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ട്, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ജോബ് റിസൈൻ ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഞാൻ അത്രയും തൻ്റെ ഇടം കാണിച്ചത് 18 വർഷം ദുബായിൽ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് നല്ല ശമ്പളം വാങ്ങിച്ചിട്ട് പോലും ഒരു മാസം എനിക്ക് ശമ്പളം വന്നിട്ടില്ലെങ്കിൽ ആകെ ലൈഫ് താറുമാറാവുമായിരുന്നു. ഒരു പൈസയും ബാക്കി വരുന്നില്ല. പക്ഷെ ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട്, അത് എന്നെ മാത്രമല്ല ഇവിടെയുള്ള പല ആൾക്കാർക്കും ഉണ്ടാവും. നമ്മൾ ജോലിക്ക് പോകുന്ന ഒരാൾ ഒരു 2 മാസം ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ അവിടെ ലൈഫ് താറുമാറാവുന്നുണ്ടാവില്ല. 18 വർഷം വർക്ക് ചെയ്തിട്ടും എനിക്ക് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു തിരിച്ചറിവാണ് എൻ്റെ ജോലിയുള്ള സമയത്ത് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയെങ്കിലും ജോലി മതിയാക്കി ചെയ്ത് ഫുൾ ടൈം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ചെയ്യാനുള്ള ധൈര്യം വരുന്നില്ല. കാരണം ജോലി ഉപേക്ഷിച്ച് കൊണ്ട് ബിസിനസ് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാർ പറയില്ലേ, അത് ആരോ അഹങ്കാരമായി എന്ന് പറയില്ല. ആ പേടി ഉണ്ടായിരുന്നു. പക്ഷെ കമ്പനിയിൽ നിന്ന് എപ്പോഴും എനിക്ക് വാങ്ങി തരും. ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവനും വെസ്റ്റീജായി. അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശ്രദ്ധ മുഴുവൻ വെസ്റ്റീജിലായിരുന്നു. എനിക്ക് ശമ്പളം തരുന്നത് ആ കമ്പനി ആണെങ്കിൽ പോലും അവരെനിക്ക് ഒരുപാട് പ്രാവശ്യം വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് മൈൻഡ് ചെയ്തില്ല. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ആ ജോലി ഒഴിവാക്കിയിട്ട് വെസ്റ്റീജ് ഫുൾ ടൈം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പല ആൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, ജോലിയിലായിരിക്കും പ്രയോറിറ്റി കൊടുക്കാറുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയണം, നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വരുമാനത്തിലാണെങ്കിൽ പോലും അവിടെ നിന്ന് നിങ്ങളുടെ മൈൻഡ് മുഴുവൻ വെസ്റ്റീജിലോട്ട് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫുൾ ടൈം വെസ്റ്റീജറായി മാറുന്നുണ്ടാവും. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ ഇപ്പോഴും ആദ്യത്തെ സമയത്തൊക്കെ പറയാറുണ്ട്, എനിക്കൊരു പെൺകുട്ടി വളർന്നു വരുന്നതാണ്, ഒരിക്കലും ജോലി കളയരുത്. ഇതുപോലത്തെ പല ഫ്ലാറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ കണ്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ വെസ്റ്റീജ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. എനിക്ക് വെസ്റ്റീജിനെ കുറിച്ച് മനസ്സിലായി, വിനിങ് ടീം എന്താണെന്ന് മനസ്സിലായി, പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലായി. നമ്മളൊരു സ്ഥാപനത്തിൽ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ പകുതി പോലും വെസ്റ്റീജിൽ ചെയ്യേണ്ടി വരുന്നില്ല. നമ്മൾ ഇത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു കമ്പനി മുതലാളിയുടെ ആ സ്ഥാപനത്തിൽ പോയി നമ്മുടെ ഹാർഡ് വർക്ക്, നമ്മുടെ ബുദ്ധിയും നമ്മൾ അവിടെ ചെലവാക്കിയിട്ട് അവർ തരുന്ന തുച്ഛമായ ശമ്പളത്തിൽ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാം. ഒരു സമയത്ത് അവർ നമ്മുടെ അടുത്ത് കളയാം. അല്ല, പ്രായമാകുന്ന സമയത്ത് ഒരു 35-40 വയസ്സാകുമ്പോൾ ചിലപ്പോൾ കമ്പനി നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥാപനത്തിൽ ജോലി അന്വേഷിച്ച് നടക്കേണ്ടി വരാനും. പക്ഷെ ഈ ബിസിനസ്സിൽ അതിന്റെ ആ ഹാർഡ് വർക്കിന്റെ പകുതി ചെയ്താൽ മതി. ശരിക്കും അത്ര ഹാർഡ് വർക്ക് ചെയ്ത് വരുന്നില്ല ഇവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ എൻ്റെ വെസ്റ്റീജിൽ വന്നതിന് ശേഷം 4.5 വർഷമായിട്ട് ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു. ആദ്യത്തെ ഒരു 1-2 മാസം മാത്രമേ ഇച്ചിരി ഹാർഡ് വർക്ക് ഉള്ളൂ എന്നുള്ളൂ. പക്ഷെ എനിക്ക് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇപ്പൊ മുഴുവൻ റെസ്റ്റ് വർക്കാണ്, സ്മാർട്ട് വർക്കാണ്. എനിക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഞാൻ മുന്നേ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലും മതി എന്ന് സിമ്പിൾ ആയിട്ട് മാറിക്കഴിഞ്ഞു വെസ്റ്റീജിന്.
ഇവിടെയുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ഇന്ന് ചെയ്യുന്ന ഇത്രയോ കഷ്ടപ്പെട്ട് വർഷങ്ങളോളം പഠിച്ച് നമ്മൾ ജോലി നേടി ഒരു പഠനം കംപ്ലീറ്റ് ആയിട്ട് പോലും നമുക്കൊരു ജോലി കിട്ടാൻ നമ്മൾ പല ആൾക്കാരുടെ കാല് പിടിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന് നാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് പറയാൻ നമ്മൾ സ്കൂൾ ടീച്ചർമാരെ നോക്കിയാൽ മതി. നാട്ടിലെ എത്ര ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇന്നൊരു ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകന് ജോലി കിട്ടുന്നത്? എത്ര ലക്ഷങ്ങൾ കൊടുക്കണം? അല്ല, ഞാൻ എൻ്റെ ടീമിൽ തന്നെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പാലക്കാട് ജില്ലയിൽ ഒരു ടീച്ചറായിരുന്നു. 40 ലക്ഷം രൂപ എന്തോ കൊടുത്തിട്ട് സ്കൂൾ ടീച്ചറായി കിട്ടിയെന്ന്. അവരോട് ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇത്രയും പൈസ കൊടുക്കണേ? വെസ്റ്റിൽ ജോയിൻ ചെയ്യാൻ 5 പൈസ വേണ്ട, കുളിക്കുന്ന സോപ്പൊന്ന് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർ ബിസിനസ് സീരിയസ് ആയിട്ടുണ്ട് ഇവിടെ. കാരണം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവിടെ 5 പൈസ കൊടുക്കണ്ട, നമ്മളെ പാഴാക്കി കളയുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് പഠിക്കാനും അതിനെ ബിൽഡ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് വെസ്റ്റീജ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിന്നിങ് ടീം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ പകുതി മതി റിജക്ഷനെ കേൾക്കാൻ തയ്യാറാവുക. കൂടുതൽ റിജക്ഷൻ കേൾക്കാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാവുന്നത് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവൻ നിർത്തും, ഇവൻ നിർത്തിയതിനു ശേഷം നമ്മളോട് ജോലി ഉണ്ടോ എന്ന് വെച്ച് ഇങ്ങോട്ട് വരും എന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് എല്ലാവർക്കും സ്ട്രഗിൾ ഒരു സമയം, യുദ്ധം നടക്കുന്നത് കൊണ്ട് പല ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. ഇന്ന് കേരളത്തിൽ അത്ര സ്ട്രഗിൾ വന്നിട്ടുണ്ടാവില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. ഗൾഫിലൊക്കെ ജോലി പല ആൾക്കാരുടെ പോയി. എൻ്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാർ ജോലി പോയി തുടങ്ങി, അവരുടെ ശമ്പളം പകുതിയായി തുടങ്ങി. എന്നോട് ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി, നീ അന്ന് ചെയ്ത ആ ബിസിനസ് നല്ലതാണോ, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളോടും ആൾക്കാർ ചോദിക്കും, നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇതിലെ ഇപ്പോ ക്രൗൺ ഡയറക്ടറായിട്ട് നിൽക്കുന്ന പൊസിഷനാണല്ലോ, ക്രൗൺ ഡയറക്ടർ ആണല്ലോ. അതെ. അപ്പൊ അതില് നമ്മളുടെ ഈ ഒരു മേജർ അക്കോംപ്ലിഷ്മെന്റ്സ്, അതായത് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ബ്രോൺസ് ഡയറക്ടർ, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരാൾ ബ്രോൺസ് ഡയറക്ടർ ആക്കിയിട്ടുള്ള സിൽവർ ഡയറക്ടർ, പ്ലസ് ഒരു കാർ ഫണ്ട് അച്ചീവ് ചെയ്യാനായിട്ടുള്ള സ്റ്റാർ ഡയറക്ടർ, ഈ ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയ ആ ഒരു സാഹചര്യത്തിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതിൽ ആക്ച്വലി അച്ചീവ്മെന്റ്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, എനിക്ക് റെക്കഗ്നേഷൻ ഭയങ്കര ഇഷ്ടം. എത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഇതുവരെ ഒരാളും പുകഴ്ത്തി പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല. എന്നെ ഏറ്റവും വലിയ സന്തോഷം വന്നത്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത സമയത്ത് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ ഫാസ്റ്റ് ഔട്ട് 8% ആയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് കിട്ടിയ റെക്കഗ്നേഷൻ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങിച്ചതും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 വ്യക്തികൾ കൊണ്ട് സാധനം വാങ്ങിച്ചപ്പോൾ ഫാസ്റ്റ് ഔട്ട് 8% ആയി. അപ്പോൾ തന്നെ എൻ്റെ ഫോട്ടോ വാങ്ങിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ, അത് ഇടുന്നുണ്ട്, കുറെ ആൾക്കാർ കൺഗ്രാജുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതുവരെ എനിക്ക് ജോലിയിൽ ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങനെ സംഭവം കിട്ടിയിട്ടില്ല. അപ്പൊ അടുത്ത അച്ചീവ്മെന്റ്സ് 12% അത് ആ മാസം തന്നെ ആയി. അങ്ങനെ വീണ്ടും റെക്കഗ്നേഷൻ കിട്ടി. പിറ്റത്തെ മാസം ഞാൻ പകുതിക്കാ ജോയിൻ ചെയ്ത്, ആ മാസത്തിന് പകുതിക്കാ ജോയിൻ ചെയ്ത്, പിറ്റത്തെ മാസം തന്നെ ബ്രോൺസ് ഡയറക്ടർ ആവാൻ സാധിച്ചു. കാരണം എനിക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ് ആ ഫാസ്റ്റ് ഔട്ട് 8% എന്നുള്ളത് ഞാൻ തുടർച്ചയായി ടീമിനും ചെയ്യാൻ തുടങ്ങി. അവർക്കും ഈ റെക്കഗ്നേഷൻ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. ഓരോരോ ആൾക്കാരെ വെരി കൂടെ ഗുഡ്. വരുന്ന ഓരോ വ്യക്തികളും ഫാസ്റ്റ് ഔട്ട് 8%ലേക്ക്, ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫാസ്റ്റ് ഔട്ട് 8% ആക്കി വിട്ടാൽ മതി. ആൾക്കാർ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെ ഫാസ്റ്റ് ഔട്ട് 8% ആക്കിയാൽ അതിന് മേലുള്ള വ്യക്തി 12ലേക്ക് പോകുന്നുണ്ടോ, അവർക്കും റെക്കഗ്നേഷൻ. ഏറ്റവും സിമ്പിൾ ആണ്. 300 PV ഫാസ്റ്റ് ഔട്ട് 8%ലേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ സാറൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ വിന്നിംഗ് ടീമിന്റെ ഗ്രൂപ്പിൽ എൻ്റെ പോസ്റ്റ് ഇങ്ങനെ വന്നു, നമ്മുടെ ടീമിലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ഫാസ്റ്റ് ഔട്ട് 8%. അത് ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. എനിക്കൊരു ഹരമാണ് ഫാസ്റ്റ് ഔട്ട് 8% ഫോട്ടോ ഇടുക എന്നുള്ളത് ടീമിലെ ആൾക്കാർ. ആ ഹരം ഞാൻ വിടാതെ പിന്തുടർന്ന് പോയ സമയത്ത് എൻ്റെ ടീം മെമ്പേഴ്സ് ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ തുടങ്ങി. അവർക്കും ഹരമായി മാറി, അവർക്കും ഇത് പോസ്റ്റ് ഇടാന്നുള്ള ഒരു ഹരമായി മാറിയിട്ടുണ്ട്. അവരുടെ ടീമിന്റെ ഫാസ്റ്റ് ഔട്ട് 8% പോസ്റ്റ് ഇടാന്നുള്ള അവർക്കും ഹരമായി മാറി. ഇപ്പൊ എനിക്കത് പണിയില്ല, ഞാൻ ഇടരുതില്ല. ഇപ്പൊ ടീം മെമ്പേഴ്സ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേഷൻ തന്നെയാണ് അത്. നമ്മൾ കൂടെ വന്ന ഓരോ വ്യക്തികളെയും പ്രൊമോഷൻ ചെയ്യുക ഫാസ്റ്റ് ഔട്ട് 8%. അത് സിമ്പിൾ ഷോർട്ട് കട്ടാണ് ഫാസ്റ്റ് ഔട്ട് 8%. അത് നേരെ 12ലേക്കും 12 ബ്രോൺസിലേക്കും നമ്മുടെ ടീം മെമ്പേഴ്സ് പോകുന്നുണ്ടോ, നമ്മുടെ അച്ചീവ്മെന്റ്സ് അടുത്ത പിന്നിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തില്ല ബ്രോൺസ് സിൽവറിലേക്ക് എത്തിയ ഒരു സാഹചര്യം? ഞാൻ 2ാമത്തെ മാസം ബ്രോൺസ് ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു, 3ാമത്തെ മാസം സിൽവർ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു. കാരണം വെരി ഗുഡ്. എൻ്റെ അച്ചീവ്മെന്റ്സ് ഞാൻ നേരെ ടീമിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതേ വർഷം തന്നെ ഞാൻ ജൂലൈ മാസമാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഡിസംബർ ആകുമ്പോൾ സ്റ്റാർ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നു. വിത്ത് കാർ ഫണ്ട് അച്ചീവർ ആവാൻ സാധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് എല്ലാം ആയിട്ടുണ്ട്. എല്ലാ അച്ചീവ്മെന്റ്സും പെട്ടെന്ന് നേടി. പിന്നീട് കുറച്ച് ലേറ്റായി, കാരണം അതൊക്കെ ഒരു റെക്കഗ്നേഷൻ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ചാടി കയറി ചെയ്തതാണ്. പെട്ടെന്ന് കിട്ടി, പെട്ടെന്ന് പെട്ടെന്ന് ക്വാളിഫൈ ചെയ്തു. പിന്നെ നമുക്ക് അവിടെയാണ് LOBനെ കുറിച്ചും വരുമാനത്തിനെ കുറിച്ചൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. കാരണം LOB ഉണ്ടെങ്കിൽ മാത്രമേ നല്ല വരുമാനം വരുള്ളൂ. കൂടുതൽ LOB വരണം. ടീം ബിൽഡിംഗ് ബോണസ്, ആ സ്റ്റാർ ഡയറക്ടറാണ് ടീം ബിൽഡിംഗ് ബോണസ്. അപ്പോൾ LOB കിട്ടിയാൽ മാത്രമേ അത് ഫോക്കസ് ചെയ്യാൻ പറ്റൂ. LOBക്ക് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം ടീമിൽ താഴെ നമ്മൾ ഡെപ്തിലോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് LOB കൂടുതൽ. ടീം മെമ്പേഴ്സിനെ അതേ ലെവലിലൊക്കെ അച്ചീവ്മെന്റ്സ് എത്തിക്കാൻ ശ്രമിച്ചാൽ മതി. സിൽവർ ഡയറക്ടേഴ്സും ഒരു ടീമിൽ തന്നെ നമുക്ക് 2 സിൽവർ ഡയറക്ടർ ആവാനുള്ള അതിലേക്ക് പോയി. ആദ്യം എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ റെക്കഗ്നേഷന്റെ പുറകെ ഓടി പോയി. അപ്പോഴാണ്
ഞാൻ സ്റ്റാർ ഡയറക്ടർ ആവുന്ന കാര്യമില്ല, നമുക്ക് വരുമാനം കൂടെ ഉണ്ട്. അപ്പോൾ ടീം മെമ്പേഴ്സിലേക്ക് പിന്നെയുള്ള ശ്രമം മുതൽ ഈ ഫാസ്റ്റ് സ്റ്റാർ എഡിപ്പേഴ്സ് നിന്ന് പതുക്കെ പതുക്കെ ടീമിലുള്ള മെമ്പേഴ്സിനെ ബ്രോൺസിലേക്ക് പോകാൻ ശ്രമിച്ചു. കുറേ ലേറ്റ് ആയിട്ടാണ് ഡയമണ്ടിലേക്ക് പോകാൻ ശ്രമിച്ചത്. ഡയമണ്ട് എത്താൻ കുറച്ച് വൈകിപ്പോയി. കാരണം പിന്നെ അങ്ങോട്ട് വരുമാനം മാത്രം ഫോക്കസ് ചെയ്തത്. വരുമാനം ടീം മെമ്പേഴ്സിന് വരുമാനം എത്തിക്കുക എന്നുള്ളതാണ്. കുറച്ച് വൈകിട്ടാണ് ഡയമണ്ട് ആയതും. പിന്നീടുള്ള ഒരു ആഗ്രഹം FRE എന്നൊരു പ്രോഗ്രാം കേരളത്തിൽ എപ്പോഴും വിന്നിംഗ് ടീമിൽ ഏത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ FREനെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ വാദോടെ പറയുന്നത് കേൾക്കും. എനിക്ക് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ഒരു FRE അറ്റൻഡ് ചെയ്താൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധിയിലുള്ള വ്യക്തിയാണ്. വെസ്റ്റീജിൽ അന്നേരം കിട്ടുന്ന വരുമാനം ദുബായിൽ ഒന്നും ആവത്തില്ല. കാരണം നാട്ടിലാണെങ്കിൽ ആ പൈസ നല്ല വരുമാനം, 50,000 രൂപയ്ക്ക് നാട്ടിൽ നല്ല വരുമാനമാണ്. പക്ഷെ ഇവിടെ ഒന്നുമല്ല, കറണ്ടിന്റെ പൈസ പോലും ആവത്തില്ല. അതുകൊണ്ട് എനിക്ക് ഒരു FRE അറ്റൻഡ് ചെയ്യാൻ ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. എന്നെ സാമ്പത്തിക ശേഷി അങ്ങനെയായിരുന്നു. പക്ഷേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ക്രൗൺ ഡയറക്ടറായിട്ട് ഒരു FRE അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തീവ്രമായിട്ടുള്ള ആഗ്രഹമായതുകൊണ്ട് ഏപ്രിൽ മാസം ഹൈദരാബാദിൽ 2024 FRE ഒരു ക്രൗൺ ഡയറക്ടറായിട്ട് എത്തണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു സാധ്യത എനിക്ക് അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ജനുവരി മാസം ആയപ്പോൾ പോലും അവിടെ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് തീവ്രമായിട്ട് ആഗ്രഹിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ആ FREനെ ഒരു 5-6 ദിവസം മുന്നേ എനിക്ക് ക്രൗൺ ഡയറക്ടർ ആവാൻ സാധിച്ചു. പക്ഷെ അത് ആഗ്രഹമായിരുന്നെങ്കിൽ പോലും അത് ഇത്രയും വലിയ സംഭവമാണ് ഞാൻ പിന്നെ FRE അറ്റൻഡ് ചെയ്ത ശേഷം മനസ്സിലായത്. കാരണം എന്നെ ആർക്കും അറിയത്തില്ല, എനിക്ക് ആരും അറിയത്തില്ല. കേരളത്തിലെ വിന്നിംഗ് ടീമിന്റെ ഒരു ലീഡേഴ്സിനെ എനിക്ക് അറിയത്തില്ല. ഇതിൽ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും FREയിൽ ഞാൻ ഹൈദരാബാദ് എത്തിയ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ഒരു പ്രോഗ്രാമിന് അവിടെ എത്തുമ്പം എന്നെ ആൾക്കാർ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. ഷാജി മിത്തൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നതും സെൽഫി എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി. പിന്നെ ക്രൗൺ ഡയറക്ടറായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ ക്രൗൺ ഡയറക്ടറായിട്ട് FRE സ്റ്റേജിൽ കയറി അവിടെ റെക്കഗ്നേഷൻ കിട്ടിയ സമയത്ത് സ്റ്റേജിൽ കയറുന്നത് വരെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സ്റ്റേജിൽ കയറി പിന്നെ താഴോട്ട് ഇറങ്ങിയ സമയത്ത് പുറത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ക്യൂ ആയിരുന്നു ഫോട്ടോ എടുക്കാനും നമ്മുടെ സക്സസ് പ്രൊഫൈലിൽ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും വന്ന ആൾക്കാർ. അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു രസമായി തോന്നി. രസം എന്ന് വെച്ചാൽ എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യൻ അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടോ അല്ല ഒരു കാര്യം ചോദിക്കാൻ ഇതുവരെ വന്നിട്ടില്ല. ഇത് വെസ്റ്റീജിൽ മാത്രമേ കിട്ടത്തുള്ളൂ, വിന്നിംഗ് ടീമിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് ആ പ്രോഗ്രാമിൽ അത്ര ആ ഹാള് നിറഞ്ഞിരിക്കുന്നത് എനിക്കൊന്ന് 5,000-നും 6,000-നും അടുത്ത ആൾക്കാർ ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ തൊട്ടാണ് എനിക്കൊരു സെലിബ്രിറ്റി എന്നുള്ള സാധനം എന്താണെന്ന് മനസ്സിലായത്. എനിക്കും അങ്ങനെ ആവാൻ സാധിക്കുമല്ലോ എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് അന്ന് ആ സമയത്ത് തന്നെ അധികം അത്ര ആൾക്കാർ അറിയത്തില്ല. എനിക്കത് ഇപ്പോഴും ഞാൻ അതുപോലെ അച്ചീവ്മെന്റ്സ് ചെയ്ത് കേരളത്തിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർ എന്നെ അറിയുന്നുണ്ടാവും. കുറച്ചും കൂടെ ആൾക്കാർ എന്നെ അറിയാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനിയുള്ള ആഗ്രഹം അത്ര വലിയ പിന്നീട് കേരളത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഓൾറെഡി എല്ലാം റെഡിയായി, നാട്ടിലേക്ക് വരാൻ റെഡിയായിരിക്കുകയാണ്. ഗൾഫ് പ്രവാസ ജീവിതം മതിയാക്കി വരാനിരിക്കുകയാണ്. കാരണം ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു ഗൾഫിലെ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ വാങ്ങിക്കുന്ന ഒരു ശമ്പളം നാട്ടിൽ വാങ്ങിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് ഒരിക്കലും ഒരാൾക്കും സാധിക്കത്തില്ല, ഒരു പ്രവാസിക്കും സാധിക്കത്തില്ല. കാരണം എല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്നത് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോകാനാണ്. എല്ലാ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഒഴിവാക്കിയിട്ടാണ് പല ഗൾഫുകാരും ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഫാമിലിയോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, ഒരു ഉത്സവത്തിനോ കല്യാണത്തിനോ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. എല്ലാം നഷ്ടപ്പെടുത്തിയാണ് ഗൾഫിൽ വന്ന് പൈസ ഉണ്ടാക്കുന്നത്. പിന്നെ അസുഖങ്ങൾ വരുന്ന പ്രായമാകുന്ന സമയത്ത് ഗൾഫിൽ മതിയാക്കി നാട്ടിൽ പോകുന്ന ആൾക്കാരെ കൂടുതലുണ്ടാവും. പിന്നീട് വരുമാനം ഉണ്ടാകത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് നാട്ടിൽ വന്നാൽ സുഖമായിട്ട് ജീവിക്കേണ്ട ഒരു ശമ്പളം വെസ്റ്റീജിൽ വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരെ ക്രിയേഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ അനുഗ്രഹമുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്. അവരെ കാണാനും പോകാനും സാധിക്കുന്നുണ്ടാവും. കേരളത്തിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏത് ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാലും എനിക്കറിയാവുന്ന ആൾക്കാർ ഇന്ന് വെസ്റ്റീജിലുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്ന ഒരു ചായ കിട്ടുന്ന സംവിധാനം എനിക്ക് കേരളത്തിലുണ്ട്. മുന്നേ അങ്ങനെയില്ല, എൻ്റെ നാട്ടിൽ പോയാൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സന്തോഷം വെസ്റ്റീജിലൂടെ കിട്ടി. സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനെ സന്തോഷം ഇതുവരെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷമാണ്. ഈ കേരളത്തിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഇതിൽ ഏതെങ്കിലും പ്രവാസികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി നല്ലൊരു അവസരം വേറെ എവിടെയും ലൈഫിൽ കിട്ടില്ല. നിങ്ങൾ അതിന് ഒരു വിദ്യാഭ്യാസവും വേണ്ട, ഒന്നും വേണ്ട. തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് കൊണ്ടുതരുന്നുണ്ടോ. ഓക്കെ, ഈ പ്രവാസിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒന്നും കൂടി എടുത്ത് ചോദിക്കുകയാണ്. അതായത് എന്താണ് ഇപ്പൊ പ്രവാസിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവാസിയാണെങ്കിൽ എന്താണ് അതിന്റെ വ്യത്യാസം, എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു പല ആൾക്കാരും കുറെ പൈസ സമ്പാദിച്ച് നല്ലൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, എല്ലാ സന്തോഷങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവർ ജോലി മതിയാക്കിയിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് അസുഖങ്ങളായിട്ടാണ് വരുന്നുണ്ടാവും. പല ആൾക്കാരും അസുഖങ്ങളായിട്ടാണ് നാട്ടിൽ വരുന്നുണ്ടാവും. ആ പൈസ മുഴുവൻ അവരെന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ പൈസ മുഴുവൻ അവർ ഹോസ്പിറ്റലിലേക്ക് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും.
കുറച്ച് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, പല പ്രവാസികളും വന്ന് ചില ആൾക്കാർ 4-5 വർഷം നാട്ടിൽ നിൽക്കും, കംപ്ലീറ്റ് പോക്കറ്റ് കാലിയായിട്ട് രണ്ടാമത് വീണ്ടും അവർ ഗൾഫിലേക്ക് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്ക് അറിയാം. എൻ്റെ മനസ്സിൽ ഒറ്റ ആഗ്രഹമായിട്ടു, ഗൾഫ് മതിയാക്കി നാട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരേണ്ട ആവശ്യം വരാൻ പാടില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അത് എനിക്കിപ്പോൾ ആവശ്യമില്ല. ഇനി ഒരിക്കലും അതിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി ഗൾഫിലേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല. വെസ്റ്റീജിലൂടെ എനിക്ക് അതിനുള്ള നല്ലൊരു വരുമാനം വെസ്റ്റീജ് കമ്പനി തരുന്നുണ്ട്. എന്നോടൊപ്പം വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സെക്യൂരിറ്റിയുടെ ഇൻകമായി മാറിയില്ല. നമ്മളുടെ വരുമാനം മാത്രം ലക്ഷ്യമാക്കി പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ പോകും, നമുക്കറിയാം. വരുമാനമുള്ള ഒരാൾക്കാരെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കുന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എൻ്റെ ടീമിൽ ഞാൻ മാത്രമല്ല ഒരു വീട്ടമ്മ ഇതിൽ ക്രൗൺ ഡയറക്ടർ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വരുമാനം ഏകദേശം 77,000 മേലെയുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാനില്ലെങ്കിൽ പോലും, ഞാൻ പറഞ്ഞാൽ പോലും അവർ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തില്ല. അവർ ആ ബിസിനസ് കൊണ്ടുപോയിക്കോളും. എൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും അവർക്ക് വിജയിക്കാൻ സാധിക്കും. ഇന്ന് എൻ്റെ സപ്പോർട്ട് വേണ്ട. അവർ സ്വന്തമായിട്ട് ഞാൻ എങ്ങനെയാണോ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് അതേപോലെ അവർ ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. സൂം പ്ലാറ്റ്ഫോമിലൂടെ അവരും ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ പോകുന്ന പോലുമില്ല. ചിലപ്പോൾ ഒരു 3 മാസം കൂടുമ്പോൾ എനിക്ക് ജസ്റ്റ് അവർ കിട്ടിയ ഒരു ചാൻസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. അവർ സ്വന്തമായിട്ട് ആ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അത് വലിയൊരു അക്കോംപ്ലിഷ്മെന്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രവാസിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവാസ ജീവിതം അവസാനിച്ചു വരുമ്പോൾ ആക്റ്റീവ് ഇൻകം ക്ലോസ് ആയി എന്നുള്ളതാണ്, അവസാനിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹെൽത്ത് ചാലഞ്ചസ് അത് വേറെ, അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വേറെ. അതേസമയത്ത് ആക്റ്റീവ് ഇൻകം ക്ലോസ് ആയി കഴിയുമ്പോൾ ഉണ്ടാക്കിയ വരുമാനം അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ള വരുമാനം ഇവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഈ പ്രവാസിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നേരെ വാ നേരെ പോകുന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടുത്തെ വളഞ്ഞ വഴികളൊന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അവര് പെട്ടുപോകുന്നുണ്ടായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലുണ്ടായ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം, ആ വഴിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പിന്നെ വീണ്ടും തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം. ഇതൊന്നും ആവശ്യമില്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഒരു റെഗുലർ ഇൻകത്തോട് കൂടിയിട്ട് തിരിച്ചു വരാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിന്റെ ബ്യൂട്ടി അതൊന്ന് വേറെ തന്നെയാണ്. അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാജിയെ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അത് വരുമാനം മേടിച്ചു കൊടുത്തുകൊണ്ടിരിക്കണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഗ്രേറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ എവിടെയൊക്കെ ബിസിനസ് ഉണ്ട് ഓൾറെഡി? ഇപ്പൊ ഇത്രയും സമയം കൊണ്ട്, ഈ 4 വർഷം കൊണ്ട് എവിടെയൊക്കെ ബിസിനസ് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്? ഞാൻ 13 രാജ്യത്തുള്ള ആൾക്കാർക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്. 13 രാജ്യത്തുണ്ട്. ഈവൻ വെസ്റ്റീജ് 13 കമ്പനി രാജ്യത്ത് അല്ല, ഒരു മിനിറ്റ് 13 രാജ്യത്ത് ആക്ച്വലി വെസ്റ്റീജ് ഇല്ലല്ലോ. സിംഗപ്പൂർ വെസ്റ്റീജ് ഇല്ല. സിംഗപ്പൂർ എനിക്ക് ഗോൾഡ് ഡയറക്ടർ ഉണ്ട്. അതുപോലെ മലേഷ്യയിലുണ്ട്, ഫ്ലോറിഡയിലുണ്ട്, ഈവൻ ന്യൂസിലൻഡിലടക്കം ആൾക്കാർ സാധനം കൊണ്ടുപോകുന്നുണ്ട്. ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, സാധനം അവർ വർക്കൊന്നും ചെയ്യുന്നില്ല. അവർ കൊറിയർ വഴി ഓൺലൈൻ വഴി സാധനം കൊണ്ടുപോകും. അവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബഹ്റൈനിൽ വെസ്റ്റീജ് ഇല്ല. അതുപോലെ ഖത്തറിൽ, ഒമാനിൽ അവിടെയൊക്കെ ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ് അവിടെ ഇരുന്ന് ഓൺലൈനിലൂടെ ജോയിനിങ് നടത്താറുണ്ട്. ആക്ച്വലി എനിക്ക് വേറെ രാജ്യത്ത് വേണ്ട, ഗൗതം പാലി സാറിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞു. കാരണം ഇന്ന് വെസ്റ്റീജിന്റെ മിറാക്കിൾ വരാൻ പോകുന്നത് കേരളത്തിലാണ്. കാരണം അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ വെസ്റ്റീജ് ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിൽ ഹൈദരാബാദിലൊക്കെ ഏകദേശം എല്ലാ ആൾക്കാരും വെസ്റ്റീജ് ചെയ്യുന്നെങ്കിൽ കേരളത്തിൽ ഇനി നമ്മുടെ കയ്യിൽ, നമ്മുടെ ടീമിലേക്കാണ് വെസ്റ്റീജിൽ ആൾക്കാർ മുഴുവൻ വരാൻ പോകുന്നത്. ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപക് സാറിനെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. കാരണം അവിടെയുള്ള മുഴുവൻ ആൾക്കാർ വെസ്റ്റീജിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ടീമിലേക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ അതുകൊണ്ട് തന്നെ പല സംസ്ഥാനത്ത് പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഫോക്കസ് മുഴുവൻ കേരളത്തിലാണ്. കാരണം അവിടെ വിന്നിംഗ് ടീം, കേരള വിന്നിംഗ് ടീമിന്റെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. ജസ്റ്റ് ഒന്ന് തള്ളി അങ്ങോട്ട് വിട്ടാൽ മതി. നാട്ടിലൊരു ഞാൻ ഓൺലൈനിലാണ് ബിസിനസ് ചെയ്യുന്നെങ്കിൽ പോലും എൻ്റെ വർക്ക് മുഴുവൻ കേരളത്തിലാണ് ചെയ്യുന്നത്. കാരണം അവിടെ എവിടെ പ്രോഗ്രാം ഉണ്ടോ, ഇന്നിപ്പോൾ ഐഡിയ ടു ഇൻകം എന്ന് പറഞ്ഞ ഉടനെ ഞാൻ തന്നെ പോസ്റ്റർ ഉണ്ടാക്കി, ഞാൻ തന്നെ അതിന് പ്രൊമോഷൻ തുടങ്ങി. എവിടെ ഐഡിയ ടു ഇൻകം ഉണ്ടോ അവിടുത്തെ ആൾക്കാരെ ഞാൻ ആദ്യം ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. കാസർഗോഡ് ജില്ലയിലെ ആൾക്കാർ എനിക്ക് ഹായ് അയക്കാൻ പറയും, ആലപ്പുഴ ജില്ലയിലെ ആൾക്കാർ ഹായ് അയക്കാൻ പറയും. അവരെ ലിസ്റ്റ് ഉണ്ടാക്കി തുടങ്ങി. ഐഡിയ ടു ഇൻകം പ്രോഗ്രാമിൽ എത്ര ആൾക്കാർ പങ്കെടുപ്പിക്കാൻ പറ്റും ഇപ്പോഴേ തുടങ്ങി. എവിടെ ഒരു ഫംഗ്ഷൻ കിട്ടി, ഇപ്പൊ പെരുമ്പാവൂർ ഒരു സിഒ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പെരുമ്പാവൂർ വരെ കണ്ടെത്തി അവിടെ എത്തിക്കാൻ ശ്രമിക്കും. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ലീഡേഴ്സിന് അറിയാൻ പറ്റും. എവിടെ ചെന്ന് കഴിഞ്ഞാലും എൻ്റെ ടീം, നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാവും. ആരെങ്കിലും എവിടെയെങ്കിലും ലീഡേഴ്സിന് സെൽഫി എടുക്കാൻ പറഞ്ഞേക്കും. ഞാൻ ഏത് ലീഡേഴ്സിനെ കണ്ടാലും പോയി സെൽഫി എടുക്കാൻ പറയും, നമ്മുടെ ടീമിലാന്ന് പറയണമെന്ന് പറയും. അതുകൊണ്ട് ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഫിസിക്കൽ എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടാവും. അതാണ് ശക്തിയോ. കാരണം എന്നെ ആരും കാണുന്നില്ല, എൻ്റെ വാക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ.
പക്ഷേ കേരളത്തിലെ ലീഡേഴ്സിനെ അവർ കാണുന്നുണ്ട്. എയറോനോട്ടിക്കൽ എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് KICBയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്, ഡെപ്യൂട്ടി തഹസിൽദാരെ കാണുന്നുണ്ട്, സയന്റിസ്റ്റിനെ കാണുന്നുണ്ട്. ഓരോ വ്യക്തികളും അവരുടെ നാട്ടിൽ കേരളത്തിൽ അടിപൊളി ലീഡേഴ്സിനെ അവർ കാണുന്നു, വരുമാനം വാങ്ങിക്കാൻ ലീഡേഴ്സിനെ അവർ കാണുന്നുണ്ട്, വലിയ സെഷൻ എനർജറ്റിക്കൽ സെഷൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അവർ കാണുന്നില്ല, പക്ഷെ കാണുന്ന മൊത്തം നാട്ടിലെ ലീഡർമാരെയാണ്. അവിടുത്തെ എല്ലാ മോട്ടിവേഷനും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ കിട്ടുന്നുണ്ട്. ഞാൻ യൂട്ടിലൈസ് ചെയ്യണം, കാരണം എനിക്ക് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നാട്ടിൽ കിട്ടുന്ന എല്ലാ മീറ്റിങ്ങിലും എല്ലാ ഫംഗ്ഷനിലേക്ക് മാക്സിമം ആൾക്കാർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാൻ. അത് നല്ലോണം പ്രൊമോഷൻ ചെയ്യാൻ അതെൻ്റെ ഒരു ഹരമാണ്. കാരണം എത്തിക്കുക എന്നുള്ളത് ഫ്രീ കിട്ടുന്ന ഒരു വെരി സംഭവമല്ല. ഗുഡ്. നമുക്കൊരു പൈസ ചെലവില്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ സംവിധാനവും അവിടെ കിട്ടുന്നുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് വണ്ടിക്കൂലി കൊടുക്കേണ്ട ആൾക്കാർ അവിടെ എത്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു മെസ്സേജ് അത് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ പ്രോഗ്രാം തുടങ്ങുന്ന സമയം വരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും, അവിടെ എത്തിയോ എത്തിയോ എന്ന് വെച്ചിട്ട്. അത് വിടില്ല, കാരണം നമുക്ക് ഓക്കെ. അത് ചാൻസുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ I2I പ്രോഗ്രാം വരുന്നുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ 25ഓളം വെന്യൂസിലാണ് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. കോയമ്പത്തൂരും ബാംഗ്ലൂർ അടക്കം 25ഓളം വെന്യൂസിലാണ് പ്രോഗ്രാം നടക്കാൻ പോകുന്നത്. ഈ ഒരു പ്രോസസ്സ് ഒരു 1 മന്തിന്റെ പ്രോസസ്സാണ് ഓൾമോസ്റ്റ് വരുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു പ്രോസസ്സ് യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലായിടത്തും ആൾക്കാരുണ്ടാവും അല്ലേ? എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എല്ലാ ബാംഗ്ലൂർ സ്ഥലത്തും ആൾക്കാർ, ബാംഗ്ലൂർ അടക്കം ആൾക്കാരുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ഈ ഒരു പ്രോസസ്സിൽ ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് എത്ര പേര് മൊത്തം ഈ ഒരു ടോട്ടൽ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് I2I പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര പേര് കയറിയിട്ടുണ്ടാവാം? ഞാൻ ആക്ച്വലി എനിക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻറ്റ് കൂടുതലുള്ളത്. കാരണം അവിടെ ആക്ച്വലി നമ്മൾ ഒരു 100 പേരെങ്കിലും ആലപ്പുഴ തന്നെ ഹരിപ്പാട് എന്ന സ്ഥലത്ത് പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. 100 പേരെ ആലപ്പുഴ തന്നെ നമ്മുടെ ടീമിൽ നിന്ന് പങ്കെടുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ. അതുപോലെ കാസർഗോഡ് ജില്ലയിലും അതേപോലെ ഒരു 50+ 100 അടുത്തുള്ള ആൾക്കാർ അതിൻ്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ലീഡേഴ്സിനോടും ഒരു 10 പേരെങ്കിലും പുതിയ പ്രോസ്പെക്റ്റിന്, നമ്മൾ ലീഡേഴ്സ് പങ്കെടുക്കുന്ന പ്രോഗ്രാം അല്ലല്ലോ ഇത്, പ്രോസ്പെക്റ്റിനെ കൊണ്ടുപോകുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും, കാരണം നമുക്കൊരു ആ 10 പേരെങ്കിലും അവിടെ എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ക്രൗൺ ഡയറക്ടർ ആകാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ 10 പേര് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 6 പേര് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവും സീരിയസ് ആയിട്ട്. അപ്പോൾ ഐഡിയ ടു ഇൻകം എന്ന് പറഞ്ഞ പ്രോഗ്രാം അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം എല്ലാ ഐഡിയ ടു ഇൻകം പ്രോഗ്രാമുള്ള സ്ഥലത്തേക്കും 2-3 സ്ഥലത്ത് നല്ല ആൾക്കാർ, ഒരു 50+ 100 ഇടയിലുള്ള ആൾക്കാർ എത്തിക്കാനും, ബാക്കിയുള്ള സ്ഥലത്ത് മിനിമം ഒരു 50 ആൾക്കാർ എത്തിക്കേണ്ട പരിശ്രമത്തിലാണ്. അത് ഞാൻ ആദ്യം വെരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുഡ്. ഈ സ്ഥലങ്ങളിലൊക്കെ എത്ര ലീഡേഴ്സ് കൂടെ ഉണ്ടെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരിലേക്ക് ഇത് മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ മെസ്സേജുകളും പ്രൊമോഷനും ഐഡിയ ടു ഇൻകം അത് തീരുമ്പോഴേക്കും SP സാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ മാക്സിമം SP സാറിന്റെ മുന്നിലേക്ക് ആൾക്കാരെ എത്തിക്കാനുള്ള പ്രയത്നത്തിലാണ്. കാരണം ഇത് വീണ് കിട്ടിയ ഭാഗ്യമാണ്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഓരോ ഭാഗ്യങ്ങളും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കാര്യം. പല ആൾക്കാരും ആ സമയത്ത് എങ്ങനെ എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റും നോക്കുന്ന ആൾക്കാരാണ്. അതിലും നമ്മൾ നോക്കാൻ പാടില്ല. നമ്മൾ മാക്സിമം എവിടെയൊക്കെ ഒരു ഫംഗ്ഷൻ കിട്ടുവാണെങ്കിൽ ഫംഗ്ഷനിലേക്ക് മാക്സിമം പ്രൊമോഷൻ ചെയ്യും. ഇതിന്റെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ പ്രൊമോട്ടർ, ഏറ്റവും കൂടുതൽ നല്ലോണം ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഇതിൽ വിജയിക്കുക. അതാണ് ഞാൻ ആദ്യം പഠിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരു ഫംഗ്ഷൻ ഒഴിവാക്കാതെ ശ്രമിക്കാറുണ്ട്, എല്ലാ ഫംഗ്ഷനും പ്രൊമോട്ട് ചെയ്യാറുണ്ട്, എവിടെ കിട്ടിയാൽ ഞാൻ പ്രൊമോഷൻ. ഓക്കെ. ഇപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് പ്ലഗ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഇപ്പോൾ ഓൺലൈൻ പ്രോഗ്രാം കൂടെ ആണെങ്കിലും നമ്മൾ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് എങ്കിൽ പോലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ നമുക്ക് നമ്മളെ ഫിസിക്കൽ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ സിസ്റ്റത്തിൽ പറയുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് അപ്ലൈൻ കണക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അത് സാധിക്കുന്നുണ്ടാവുക. യെസ് ഓർ നോ? യെസ്. അപ്ലൈൻ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ എന്നും എനിക്ക് ചില ആൾക്കാർ മെസ്സേജ്, സാറേ ഞാൻ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും ചില ആൾക്കാർ. അപ്പോൾ ഒറ്റ മെസ്സേജേ കൊടുക്കത്തുള്ളൂ, റെഗുലർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഈ ഒരു മെസ്സേജ് അതിൻ്റെ ഫിക്സഡ് ആണ്, അതിനപ്പുറം വേറെ വാക്ക് അവിടെ ഇല്ല. അവർക്കൊരു വേറെ മോട്ടിവേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ റെഗുലർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് വരാമെന്ന് പറയാറുണ്ട്. അപ്പോൾ റെഗുലർ കമ്മ്യൂണിക്കേഷൻ എന്താ സംഭവം? നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന പോലെയാണ്, പെട്രോൾ തീരുമ്പോൾ പെട്രോൾ പമ്പ് കയറുന്ന പോലെയാണ് ഈ റെഗുലർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അപ്ലൈനായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു എനർജി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ആക്റ്റീവായിട്ടുള്ള അപ്ലൈനായിട്ട് ഡെയിലി സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് എനർജി വരുന്നുണ്ടാവും. അതേപോലെ തന്നെ അപ്ലൈൻ ആയി കഴിഞ്ഞാലും ഡൗൺലൈൻസിനുള്ള റിലേഷൻഷിപ്പ് അത് ചെയ്യാൻ സാധിക്കണം. എൻ്റെ ഏറ്റവും വലിയ മെയിൻ പോയിന്റ്, ഞാനിത് പഠിച്ചത് റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയില്ല. ആൾക്കാരായിട്ട് നന്നായി സംസാരിക്കുക,
കുറച്ച് സമയം അവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഞാൻ എപ്പോഴും ഒരു മടിയും ഒരു പിശുക്ക് കാണിച്ചിട്ടില്ല. ആരെപ്പോൾ വിളിച്ചാലും അവർക്ക് റിപ്ലൈ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഇതുവരെ ഒരാളും പറയത്തില്ല ഞാൻ റിപ്ലൈ തന്നിട്ടില്ല എന്ന് ഒരാളും പറയത്തില്ല. നമ്മൾ ടീം മെമ്പേഴ്സ് എന്നല്ല, വേറെ ഏത് ടീം മെമ്പേഴ്സ് ചോദിച്ചാലും അറിയാതെ ആര് ചോദിച്ചാലും ഞാൻ സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കും. അതെനിക്കൊരു വാശിയാണ്. ഒരിക്കലും ഡിലേ ആക്കത്തില്ല. അത് റിലേഷൻഷിപ്പും അതുപോലെ അപ്ലൈൻ കണക്ടിവിറ്റിയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിന് കോട്ടം വരുത്താതെ നമ്മൾ മുന്നോട്ട് കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഈസിയായി വിജയിക്കും. കാരണം ആരുടെ ടീം ആയിക്കോട്ടെ, കാരണം ഏത് ടീം ആയി കഴിഞ്ഞാലും നമ്മൾക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് പ്രതീക്ഷയിലേക്ക് അവർ വരുന്നുണ്ടാവും. ചിലപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ അവർ അടുത്ത 5 ചോദ്യത്തിന് ഉത്തരം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു DLCP എവിടെയും ഉണ്ടോ ചോദിച്ചാൽ ഞാൻ DLCPയിൽ നമ്പറും പോകാനുള്ള വഴിയും എല്ലാ കാര്യങ്ങളും ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ചോദ്യം വരത്തില്ല, എല്ലാ കാര്യം ക്ലിയർ ആയിട്ടുണ്ട്. ആ രീതിയിലാണ് ഞാൻ ആൻസറും ചെയ്യാൻ. കാരണം എൻ്റെ പണിയും കുറയും, അവർക്ക് എളുപ്പമായി, അവരെ സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ അപ്ലയൻസ് ആയിട്ടുള്ള മനോജ് സാറായിക്കോട്ടെ, അല്ലെങ്കിൽ ബാലു സാറായിക്കോട്ടെ, ജ്യോതി സാറായിക്കോട്ടെ, ഭരതേട്ടനായിക്കോട്ടെ, ഇവരുടെയൊക്കെ സർവീസ് നിങ്ങൾക്ക് എങ്ങനെ സഹായമായിട്ടുണ്ട്? എനിക്ക് കേരളത്തിലെ എല്ലാ ലീഡേഴ്സും, ഇപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ല, എല്ലാ ലീഡേഴ്സും നമുക്ക് വളരെ നല്ല സഹായമാണ്. കാരണം എവിടെ പോയി കഴിഞ്ഞാലും എനിക്ക് വളരെ സന്തോഷമാണ്. ധൈര്യമായിട്ട് ആൾക്കാർ അയക്കാൻ പറ്റും. ഞാൻ ഓരോ ലീഡേഴ്സിൻ്റെ എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും അയക്കാറുണ്ട്. അവിടുന്ന് എൻ്റെ ടീം, നമ്മുടെ ഷാജി മിത്തലിൻ്റെ ടീമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല സപ്പോർട്ടാണ്. അവിടെ എഡ്യൂക്കേഷൻ നല്ല കിട്ടുന്നുണ്ട്, നമ്മുടെ ടീമിനും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എവിടെ കഴിഞ്ഞാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ഏത് ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാലും എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ ടീം ഹാപ്പിയാണ്. കാരണം അവരെനിക്ക് മെസ്സേജ് അയക്കും, സാറേ അവിടെ പ്രോഗ്രാം പോയിട്ടുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷം, നല്ല എനർജിയായി, ഇപ്പോഴാണ് എനിക്ക് ബിസിനസ് ശരിക്കും മനസ്സിലായത്. ചിലപ്പോൾ ഞാൻ ഓൺലൈനിൽ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ അവർക്ക് ആ സമയത്തുള്ള മോട്ടിവേഷൻ മാത്രമേ. പക്ഷേ ഫിസിക്കൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത്, സക്സസ് ആയ ആൾക്കാരെ കാണുന്ന സമയത്ത് അവർ ഇതിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന അവിടെ തൊട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊക്കെ ഒരു പേരെടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എന്നാലും വിമൽ സാറിൻ്റെ ഒക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട്. എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ടീമിൽ ആര് പോയി കഴിഞ്ഞാലും വിമൽ സാറ് ചിലപ്പോൾ അവിടെ വേറെ ആരും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ ടീമിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വളരെ എപ്പോഴും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. വേറെ ആരും അവിടെ ഉണ്ടായിട്ടില്ല പോലും. നമ്മുടെ ടീമിൽ നിന്ന് ഒരാളവിടെ പോയ സമയത്ത് അദ്ദേഹം 1 മണിക്കൂർ ആ ഒരു വ്യക്തിക്ക് പോലും അദ്ദേഹം പ്ലാൻ കൊടുത്തിട്ടുണ്ട്. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതുപോലെ സുരേഷ് കുമാർ കോതമംഗലം സാറും അതുപോലെ പല ലീഡേഴ്സും എവിടെ ചെന്ന്, സുധീഷ് സാറായിക്കോട്ടെ, തൃശ്ശൂർ ആര് പോയി കഴിഞ്ഞാലും അദ്ദേഹം അവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഏത് DLCP പോയി കഴിഞ്ഞാലും അവിടെ സപ്പോർട്ടുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ ഓർഗനൈസേഷൻ അല്ല, വേറെ ഓർഗനൈസേഷനൊക്കെയാണ്. അവിടെയൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സപ്പോർട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സിസ്റ്റത്തിലേക്ക് പ്ലഗ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ട് റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്ന അർത്ഥം. ഓക്കെ അല്ലേ? ശരിയല്ലേ? സിസ്റ്റത്തിൽ പ്ലഗ് ചെയ്യാൻ ഷോർട്ട് കട്ട് നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അതിൽ വളർന്ന് പോയിക്കോളും. നമ്മൾ അതിലേക്ക് കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഓൺലൈനിലൂടെ നമ്മുടെ ടീം വളർന്നെങ്കിൽ പോലും അത് ഡ്യൂപ്ലിക്കേഷനായി. നമ്മുടെ ടീമിൽ ഇപ്പം എനിക്കൊന്ന് 4 ഓർഗനൈസേഷൻ അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ട്. ഇപ്പം 11 മണിക്ക് ഞാൻ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 മണിക്ക് വേറെ ടീം പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്, 2 മണിക്ക് വേറെ ടീം ചെയ്യുന്നുണ്ട്, 5 മണിക്ക് വേറെ ടീം ചെയ്യുന്നുണ്ട്, 7 മണിക്ക് വേറെ ടീം ചെയ്യുന്നുണ്ട്. ഇത് അവർ ഓട്ടോമാറ്റിക്കായി മാറും, ഡ്യൂപ്ലിക്കേഷൻ നടക്കുക. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പ്രസൻറ്റേഷൻ ചെയ്യേണ്ടി വരത്തില്ല, ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ ഇത് ടീം നടക്കും, ഓക്കെ ഒന്നും ഓക്കെ. ചെയ്യേണ്ടി വരത്തില്ല. ആ ഇപ്പൊ ടീമില് പ്രസന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ എത്ര പേരുണ്ടാവാ? ഒരു എണ്ണമില്ല സാർ, എനിക്ക് തന്നെ അറിയത്തില്ല ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ 2-3 മാസമായിട്ട് എവിടേക്കോ ആരൊക്കെയോ പ്രസന്ററായിട്ട് ഫോട്ടോ ഗ്രൂപ്പ് കാണാൻ സാധിക്കും. പ്രസന്റേഷൻ പുതിയ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയുന്നില്ല. പുതിയ ആൾക്കാർ മുന്നേക്ക് എനിക്കറിയാം 5-6 പേര് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പം ഏതൊക്കെ ടീമിലാണ് എവിടെയൊക്കെ പ്രസന്റേഷൻ പ്ലാൻ നടക്കുന്നത് എനിക്കറിയത്തില്ല. അത്രയ്ക്കും ആൾക്കാർ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ ഞാൻ മാത്രമായിരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് ഓക്കെ പല സൂം ലിങ്കുകളായിട്ട് പല മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ആർക്കൊക്കെ സൂം ലിങ്ക് ഉണ്ടെന്നോ, ആർക്കൊക്കെ പ്ലാൻ നടക്കുന്നുണ്ടെന്നോ, ആരൊക്കെ പ്രസന്ററായിട്ട് പുതിയ ആൾക്കാർ വരുന്നുണ്ടെന്നോ ഇപ്പോൾ അതുപോലും അറിയാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയാലേ ഇനി അറിയത്തുള്ളൂ. കാരണം അത് 100% ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണല്ലോ. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ടോ. ഇപ്പോൾ SP സാറിന്റെ വിന്നിംഗ് ടീം, അദ്ദേഹം പോലും അറിയത്തില്ല നമ്മളിങ്ങനെ മീറ്റിംഗ് നടത്തുന്നതായിരുന്നു. അതേപോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അങ്ങനെ ആവും. ഞാൻ ആദ്യം ഇതിൽ കുറച്ച് സ്ട്രഗിൾ വന്ന സമയത്ത് ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ, 5 വർഷം ഒന്നും നോക്കാതെ വർക്ക് ചെയ്യുക. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ടീം, നമ്മൾക്കിതിൽ എവിടെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ടെങ്കിലും അവിടെ നമ്മുടെ ടീമിൽ ആൾക്കാർ ഉണ്ടാവും എന്നുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ഒരു ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു.
എല്ലാ ജില്ലകളിലും ഒരു ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴാണോ ഞാൻ ഗൾഫ് മതിയാക്കി നാട്ടിലേക്ക് വരുന്നത്, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഹോം മീറ്റിംഗ് നടത്താനോ ഒരു ഫിസിക്കൽ മീറ്റിംഗ് നടത്താനോ ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വർക്കിംഗ് പ്ലാനാണ് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എവിടെ വേണമെങ്കിലും ഒരു ഫിസിക്കൽ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പ് എനിക്കുണ്ട്, നമ്മുടെ ടീമിലുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഫിസിക്കൽ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ട് അതാണ് ഈ 5 വർഷം 4 വർഷം കഴിഞ്ഞു, 4.5 വർഷം കഴിഞ്ഞു, 5 വർഷം ആവാൻ പോകും. ജൂൺ മാസം 5 വർഷമാവും. അതുകൊണ്ട് 5 വർഷമാകുമ്പോൾ ഞാൻ നാട്ടിലെത്തും. ഈ 5 വർഷം ഈ മാസം തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടാവും. ഇനി ആഗ്രഹിച്ച അതുപോലെ തന്നെ ഫിസിക്കലിലൂടെ കേരളത്തിലെ എല്ലാ ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൂടി, വിന്നിംഗ് ടീമിന്റെ ഓരോ ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൂടി അതിനെ ഒന്നും കൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി നോക്കുവാണ്. ഓക്കെ താങ്ക് യു. ഈ ഒരു പ്രോസസ്സിൽ നമ്മുടെ ഈ മോർണിംഗ് പ്രോഗ്രാം, മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട്? ഫുള്ള് മോർണിംഗ് CP തന്നെ ഉപകാരപ്പെട്ടു, വേറെ ഒന്നുമല്ല. അതിനകത്തുള്ള ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. അല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് എനിക്കറിയത്തില്ല, വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഇതിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന സെഷൻ വെങ്കടേഷ് സാറിൻ്റെയോ അല്ലെങ്കിൽ സുധീഷ് സാറിൻ്റെയോ അല്ലെങ്കിൽ ഓരോ ലീഡേഴ്സിന്റെ സെഷൻ കേട്ട് ഒരു പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങളൊക്കെ സെഷൻ ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആ വിന്നിംഗ് ടീമിന്റെ മോർണിംഗ് CP-യിലേക്ക് ആൾക്കാർ എത്തിക്കാൻ ശ്രമിച്ചാൽ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോർണിംഗ് CP-യിൽ പങ്കെടുക്കുന്ന ആൾക്കാർ അറ്റൻഡൻസ് എടുക്കുന്ന വ്യക്തിയാണ്. അറ്റൻഡൻസ് എടുക്കും ഞാൻ, ബുക്കുണ്ട്, എനിക്ക് അറ്റൻഡൻസ് ബുക്കുണ്ട്. CP-യിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ പേര് എഴുതി വെക്കും, അറ്റൻഡൻസ് ഇടുകയും ചെയ്യും. എന്നിട്ട് പങ്കെടുക്കാത്ത ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് പറയുകയും ചെയ്യും. കാരണം CP-യിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ബിസിനസ് വിജയിച്ചു എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, CP-യിൽ വന്ന് നമ്മൾ ഇരിക്കലല്ല ചെയ്യേണ്ടത്, നമ്മൾ അതിൽ എത്ര ആൾക്കാർ കയറി നോക്കുക. എപ്പോഴും ഞാൻ കൗണ്ട് ചെയ്യും എത്ര ആൾക്കാർ ഈ CP-യിൽ നമ്മുടെ ടീമിൽ നിന്നുണ്ട് നോക്കും. അതിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കും. മോർണിംഗ് CP-യിൽ ഇപ്പോൾ 200 പേരുള്ള CP ആണെങ്കിൽ അതിൽ എത്ര ആൾക്കാർ, അതൊരു അഹങ്കാരം പോലെ ഞാൻ ചിന്തിക്കലാണ്. കാരണം എൻ്റെ ടീമിൽ നിന്ന് കൂടുതൽ ആൾക്കാർ വേണമെന്ന് ചിന്തി എനിക്ക് പണ്ടേ ഉണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ അപ്ലയൻസിൻ്റെ ടീം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അതെനിക്കൊരു ഹരമാണ്. അതായത് എന്നുവെച്ചാൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ ടീമിൽ നിന്ന് പങ്കെടുക്കുക എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അത് അഹങ്കാരമായിട്ട് തോന്നിയല്ല, അതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. കാരണം ആൾക്കാർ കൂടുമ്പോഴാണല്ലോ ബിസിനസ് വിജയിക്കുക. അപ്പോൾ കൂടുതൽ CP-യിലേക്ക് ആൾക്കാരെ പ്രൊമോഷൻ ചെയ്യും, നല്ലോണം പ്രൊമോഷൻ ചെയ്യും. ആളെ നോക്കുന്നില്ല, ഏത് ലീഡറായി കഴിഞ്ഞാലും ആരാനും കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ ഒരു ചെറിയ പുതിയ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനായി മാറുന്നുണ്ടാവും. അപ്പോൾ എല്ലാ CP-യിലേക്കും ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കും. ആദ്യം സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ടില്ല, നമ്മുടെ ടീമിൽ തന്നെ CP ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 100 പേര് പങ്കെടുക്കുന്ന CP ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ തന്നെ സ്ഥിരമായിട്ട് ആൾക്കാർ കേൾക്കുന്നു, നമ്മുടെ ടീമിലെ ആൾക്കാർ മാത്രം കേൾക്കുമ്പോൾ ആ നോളജ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നീട് ഞാനത് വിന്നിംഗ് ടീമിന്റെ കൂടത്തേക്ക് പ്ലഗ് ചെയ്തു. കാരണം അവിടെ ഓരോ ദിവസവും ഓരോ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കാൻ സാധിക്കും. നമ്മുടെ വർക്ക് കുറച്ച് കുറയാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇത് എല്ലാ ദിവസവും നമ്മൾ തന്നെ കോർഡിനേഷൻ ചെയ്യേണ്ടി വരും. അത് ഞാൻ ഇതിലേക്ക് പ്ലഗ് ചെയ്ത സമയത്ത് എന്തായി, കുറച്ച് പണി കുറയാൻ തുടങ്ങി. അവിടെ പല ലീഡേഴ്സിന്റെ പല എക്സ്പീരിയൻസും കേൾക്കാൻ തുടങ്ങി. കുറച്ചും കൂടി സിമ്പിളായി തുടങ്ങി. മാക്സിമം ഇതിലൂടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് CP-യിലേക്ക്, രാവിലത്തെ CP-യിലേക്ക് പ്ലഗ് ചെയ്യുന്നില്ല. കാരണം ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ അവർക്ക് വൈകുന്നേരം വരെ ചെയ്യാനുള്ള പെട്രോൾ അവിടെ കിട്ടി, ചാർജ് അവിടെ കിട്ടി. വൈകുന്നേരം വരെ വർക്ക് ചെയ്യുന്ന ചാർജ് കിട്ടും. ഒരു നെഗറ്റീവ് കേട്ട് കഴിഞ്ഞാൽ രാവിലത്തെ CP കയറി അത് ക്ലിയർ ആയിക്കും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് CP അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് അന്നേരം വർക്ക് ചെയ്യുന്നു. മാക്സിമം ഇവിടെയുള്ള ഓരോ ലീഡർ ഇത്രയും ആൾക്കാരെ ചെയ്യേണ്ടത് CP-യിലേക്ക്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഒറ്റക്കായിരിക്കും CP-യിൽ ഉണ്ടെങ്കിൽ നാളെ ഒരാളെങ്കിലും CP-യിൽ പങ്കെടുക്കുക സാധിക്കും. അത് ഒരു സിമ്പിൾ ടാർഗറ്റ്, ഒരാളെ എക്സ്ട്രാ. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കാണോ ഇന്ന് CP-യിലുള്ളത്, നാളത്തെ മോർണിംഗ് CP-യിൽ ഒരാളെ പങ്കെടുപ്പിക്കൂ. എന്നിട്ട് നാളെ കയറിയതിനു ശേഷം അവർ കയറിയോ നോക്കൂ. അവരുണ്ടെങ്കിൽ മറ്റന്നാളെ നിങ്ങൾ ആ വ്യക്തിയോട് ഒരാളോട് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു 1 ഇയർ കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു 10-50 പേര് പങ്കെടുക്കുന്ന CP-ആക്കി മാറ്റാൻ സാധിക്കും. ഇതിലുള്ള എല്ലാവരും അത് ശ്രദ്ധിച്ചാൽ മതി, അത് ചെയ്യാൻ സാധിക്കും. രാവിലെ 6 മണിക്കൊക്കെ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 6 മണിക്ക് എഴുന്നേക്ക് വലിയ പണിയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 3:50 രാവിലെ 3:50 എഴുന്നേറ്റിട്ടാണ് CP-യിൽ പങ്കെടുക്കുന്നത്. 3:50 എഴുന്നേറ്റ് CP ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അത് ഡിഫിക്കൽട്ടി, വളരെ ഡിഫിക്കൽട്ടി. കാരണം 3:50 വെച്ചാൽ കണ്ണ് തുറക്കാൻ പറ്റാത്ത സമയമല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് CP അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറേ 4-5 വർഷത്തോളം അത് ചെയ്തിട്ടുണ്ട്. അതിനൊരു മടി, ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. നമുക്ക് 6 മണിക്ക് കേരളത്തിൽ എഴുന്നേക്കാൻ ഒരു മടി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരു 5:45 എഴുന്നേറ്റ് മെഡിറ്റേഷൻ കേട്ട്, മെഡിറ്റേഷൻ സമയത്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ടീമിൽ എല്ലാവരും ഉണ്ടോ എന്ന് നോക്കി, ഇല്ലെങ്കിൽ പിടിച്ച് കയറ്റാൻ വേണ്ടി ശ്രമിക്കുക. മിസ് കോൾ ചെയ്തിട്ടോ അവരെ പിടിച്ച് കയറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട്. കാരണം ഇവിടെയുള്ള ലീഡേഴ്സിൻ്റെ ഒക്കെ സെഷൻ എന്ന് വെച്ചാൽ അത്രക്കും നല്ല പവർഫുൾ സെഷനാണ്. അതിലേക്ക് അവരെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവർ ബിസിനസ് വിടില്ല, അവരൊരിക്കലും കളഞ്ഞിട്ട് പോകത്തില്ല.
100% ഓക്കെ. നമുക്ക് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വലിയൊരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരും എക്സ്ക്യൂസുകൾ പറയുന്ന സമയത്ത് എനിക്ക് പോയി ഫിസിക്കലായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ എന്തൊക്കെ എക്സ്ക്യൂസുകൾ നമ്മൾ സാധാരണ ആൾക്കാർ പറയുന്നുണ്ടോ, ആ എക്സ്ക്യൂസുകളെയൊക്കെ ഓവർകം ചെയ്തിട്ട് അതിനെയൊക്കെ പോസിറ്റീവായിട്ട് മാറ്റി റിസൾട്ട് ആക്കിയിട്ടുള്ള ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. എന്തായാലും ഇത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. എന്തായാലും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിലേറെ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ ഒരു സാധാരണയായിട്ടുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഈ ഒരു ക്രൗൺ ഡയറക്ടർ ലെവല്, അതുപോലെ തന്നെ ഹൗസ് ഫണ്ട് അച്ചീവ്മെന്റ് ഒക്കെ നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ദുബായിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ടീമിലുണ്ട്. അപ്പം ഈ ഒരു യാത്ര നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു യാത്ര അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം എന്തായാലും വളരെ സന്തോഷം ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. നമുക്ക് അടുത്ത ഒരു സമയത്ത് ഷാജി മിത്തലിന്റെ കൂടെ വന്നിട്ടുള്ള ആ വീട്ടമ്മയായിട്ടുള്ള ക്രൗൺ ഡയറക്ടറിനെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. അതധികം വൈകാതെ നമുക്ക് നോക്കാം. എന്തായാലും വളരെ സന്തോഷം ഇത്ര സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. ക്ലോസ് ചെയ്യാലോ, വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? എല്ലാവരും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒന്ന് നമ്മളിതിനെ റിജക്ഷനെ കേൾക്കാൻ വേണ്ടി തയ്യാറാവുക. എൻ്റെ ഒരു പരിമിതി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ദുബായിൽ ഒരു പ്രൊഡക്റ്റ് പോലും കിട്ടത്തില്ല. ഞാൻ നിങ്ങളെപ്പോലെ എല്ലാ പ്രോഡക്റ്റ് ഉപയോഗിച്ച വ്യക്തിയല്ല. എനിക്ക് ആരെങ്കിലും വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന വ്യക്തിയാണ്. നമുക്ക് നാട്ടിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും പേടിക്കണ്ട. ഇത്രയും പരിമിതിക്കുള്ളിൽ നിന്ന് എനിക്കിത് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. വെസ്റ്റീജിനെ വിശ്വസിക്കുക, വിന്നിംഗ് ടീമിനെ വിശ്വസിക്കുക. പിന്നെ ഞാൻ ഈ ഓൺലൈനിലൂടെ ചെയ്ത് വിജയിച്ചു എന്നുള്ള എൻ്റെ കഥ കേട്ട് നിങ്ങൾ ആരും ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ ഒരു മാറ്റം വരുത്തരുത്. നമ്മൾ ഫിസിക്കൽ ചെയ്യുന്ന വർക്കിൽ ഒരു മാറ്റം ചെയ്യരുത്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പല ആൾക്കാർ പെട്ടെന്ന് റിസൾട്ട് ഫിസിക്കലി കിട്ടുന്നില്ലല്ലോ, അപ്പോൾ അയാൾ ഓൺലൈൻ ചെയ്തുകൊണ്ട് വിജയിച്ചതായിരിക്കും, നമ്മളിനി പതുക്കെ ഓൺലൈനിലേക്ക് പോകാൻ ആരും ചിന്തിക്കരുത്. കാരണം എനിക്ക് വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. ഞാൻ നാട്ടിലേക്ക് ഓൺലൈൻ വഴി ഫിസിക്കലിലേക്ക് വരാൻ വേണ്ടി പോവാണ്. എത്രയും പെട്ടെന്ന് ഓൺലൈൻ ഫിസിക്കൽ വർക്ക് ചെയ്താലേ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കൂടുതൽ വരുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിൽ മാറ്റം വരുത്തരുത്, കണ്ടിന്യൂ ചെയ്യുക. റിജക്ഷൻ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കളിയാക്കൽ കേട്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. എനിക്ക് 100% വെസ്റ്റീജിലും വിന്നിംഗ് ടീമിലും വിശ്വാസം ഉണ്ടായിരുന്നു. വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് ഞാനില്ലെങ്കിലും വെസ്റ്റീജ് കമ്പനി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, വിന്നിംഗ് ടീം ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ 100% വിശ്വസിക്കുക എന്നുള്ളത് മാത്രം. ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഒരു മാറ്റം വരുത്തരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണോ എൻ്റെ എക്സ്പീരിയൻസ് അത് ഞാൻ ഷെയർ ചെയ്തു. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയിലും അത് സ്റ്റോപ്പ് ചെയ്തേക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി അത് കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ വിജയിക്കത്തുള്ളൂ. റിജക്ഷൻ കേൾക്കാൻ തയ്യാറാവുക. ചെയ്യുന്ന ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. മാക്സിമം സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. എത്ര സമയം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. പല കാര്യങ്ങളും എന്നെ ഈ ബിസിനസ് ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ഒരു അപ്ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട കാര്യം 2 വർഷം ഒഴിവാക്കാൻ സാധിക്കുവാണെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ കാര്യവും ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും 2 വർഷം അല്ല 5 വർഷം ഒഴിവാക്കിയ വ്യക്തിയാണ്. ഈ 4.5 വർഷം കഴിഞ്ഞു, 5 വർഷത്തിലേക്ക് പോവാണ്. ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എവിടെ പുറത്ത് കറങ്ങാനും പോകില്ല, TV കാണത്തില്ല, വാർത്ത കേൾക്കത്തില്ല, ക്രിക്കറ്റ് കളി കാണത്തില്ല, ഒന്നും കാണത്തില്ല. എല്ലാം ഈ കുറച്ച് വർഷങ്ങളെല്ലാം ഒഴിവാക്കി ഇനി അങ്ങോട്ട് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യം ചെയ്യാൻ വേണ്ടി രീതിയിലേക്ക് പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നെങ്കിൽ കുറേ കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ വർഷങ്ങളല്ല ഓണം ആഘോഷിച്ചിട്ടുണ്ട്, വിഷു ആഘോഷിച്ചിട്ടുണ്ട്, ക്രിക്കറ്റ് കളി കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും കറങ്ങാൻ പോയിട്ടുണ്ട്. ഇതെല്ലാം കുറച്ചു കാലം ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ 24 മണിക്കൂറിൽ എത്ര സമയം വെസ്റ്റീജിൽ കൊടുക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് 100% വിജയിക്കാൻ സാധിക്കും. ഇപ്പൊ ചെയ്യുന്ന നാട്ടിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷനുകളും കിട്ടിയാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റി കുറച്ചും കൂടെ സമയം കണ്ടെത്തി വർക്ക് ചെയ്താൽ മതി. ഒരു കാരണവശാലും എൻ്റെ എക്സ്പീരിയൻസ് കേട്ട് നിങ്ങളുടെ ആക്ടിവിറ്റി മാറ്റരുത്. അത് റിക്വസ്റ്റ് ആണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടുതൽ സമയം കണ്ടെത്തിയാൽ മതി. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഷാജി പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇപ്പോൾ ഉള്ളതൊന്നും വിട്ടിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നാൽ നമുക്ക് ഫുൾ ഓൺലൈനിലേക്ക് മാറാം, അങ്ങനെ ഒരു ചിന്ത വരരുത്. ഓൺലൈൻ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരമുള്ള ആൾക്കാരെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അത് ആഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാണ്ട് നിർത്തിവെക്കുക എന്നുള്ളതല്ല.
ഇപ്പോൾ ഉള്ളത് നിർത്തിവെക്കുകയല്ല, അതിന് ഒരു റിസൾട്ട് കൂടാനായിട്ട് ഈ തരത്തിലുള്ള ഇതും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. നമുക്ക് സമയം ഏകദേശം ആയി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്ര സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് പ്രത്യേകം നന്ദി. എന്തായാലും റിയൽ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. എത്രയും വേഗത്തിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന് അടുത്തടുത്ത ലെവലുകളൊക്കെ വേഗം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. സർവീസിന് അതിനെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത്രമാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.